നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഈ പാരടിപ്പാട്ടിനെതിരെ തീവ്ര ഹിന്ദുത്വ ആശയം പിന്തുടരുന്നവർ പരാതിപ്പെട്ടാൽ അത് മനസ്സിലാക്കാം. മതം ഏതായാലും മതമൗലികവാദികളുടെ പൊതു സ്വഭാവമാണ് എന്തിലും ഏതിലും മതവികാരം മൃണപ്പെട്ട എന്ന നിലവിളി. ലോകത്തെവിടെയും പൊട്ടാൻ പാകത്തിൽ പഴുത്തു നിൽക്കുന്ന മതക്കുരുക്കളാണ് മതമൗലികവാദികളുടെ പൊതു സ്വഭാവം. പക്ഷേ ഇടതുപക്ഷക്കാർ പാട്ടിനെതിരെ രംഗത്ത് വരുന്നത് അതുപോലെയല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എക്കാലവും വീറോടെ വാദിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. അവരിൽ നിന്നും അത്തരമൊരു നിലപാട് വന്നാൽ അതിനെ രാഷ്ട്രീയ അശ്ലീലമായി കാണാനാവും. പറഞ്ഞത് മറ്റാരുമല്ല, രാജു എബ്രഹാമിനെ പോലെ ഒരു മുതിർന്ന നേതാവാണ്. ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന കാഴ്ച വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുന്നു. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൗരവത്തിൽ അന്വേഷിക്കണം. ഏതു മതത്തിൻ്റെയും ഭക്തികാരത്തെ സംബന്ധിച്ച് പാരടി പാടില്ല, അത് മതവികാരം വ്രണപ്പെടുത്തും. ഇങ്ങനെയൊക്കെയാണ് പുരോഗമന രാഷ്ട്രീയ ആശയം പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന രാജു എബ്രഹാമിൻ്റെ വാക്കുകൾ. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ദീർഘകാലം MLA ആയിരുന്ന ആളാണ് രാജു എബ്രഹാം എന്ന് പ്രത്യേകം ഓർക്കണം. രാജു എബ്രഹാമിൻ്റെ ഈ അഭിപ്രായത്തെ CPM നേതൃത്വം തള്ളിപ്പറയുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തായാലും ഈ നിമിഷം വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ തന്നെയാണ് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന പാട്ടിൻ്റെ പാരഡി UDF ഇറക്കിയത്. സിനിമാ പാട്ടുകൾക്ക് മാത്രമല്ല, ഭക്തിഗാനങ്ങൾക്കും നിരവധി പാരഡികൾ മുമ്പെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയം പല പാരഡികളുടെയും മുഖ്യ വിഷയവുമായിട്ടുണ്ട്. ഇതേ പാട്ട് തന്നെ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മന്ത്രിയെ പയ്യപ്പോ എന്ന പാരഡിയും വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ആർക്കും ഇതിൽ മതവികാരം വ്രണപ്പെട്ടില്ല. ഇപ്പോൾ അതിൽ വ്രണപ്പെട്ടു എന്ന് പറയുന്നവരിൽ ഇടതുപക്ഷ നേതാവ് കൂടി ഉൾപ്പെടുന്നു എന്നതാണ് കൂടുതൽ ഗൗരവമാക്കുന്നത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, ഈ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ടിനെതിരെ ഒരാൾ പരാതി നൽകിയിരിക്കുന്നു. അത് ഒരു ഹിന്ദുത്വ തീവ്ര മതമൗലികവാദമൊക്കെ പുലർത്തുന്നു എന്ന് കരുതപ്പെടുന്ന ഒരാളാണ്. പക്ഷേ CPMൻ്റെ ഒരു നേതാവ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറയുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ ഈ വാക്കുകളെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. പാട്ട് കൂടിയും കവിതയിൽ കൂടിയും നാടകത്തിൽ കൂടിയും വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ. ഞങ്ങളിൽ 4 വരി പാട്ട് കണ്ടൊന്നും മന്ദം വിട്ട് താഴോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിട്ട് രാഷ്ട്രീയ വനവാസത്തിലേക്കിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതല്ല വിഷയം. വനവാസം പോകുന്നതോ തിരിച്ചു വരുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പാട്ടിനെതിരെ പാട്ടിനെതിരെ ഒരു CPM ജില്ലാ സെക്രട്ടറി അഭിപ്രായം പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് പരിശോധിക്കണം. ശ്രീ കുഞ്ഞമ്മ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചത് ആ വിഷയം മടങ്ങി വരുമോ ഇല്ലയോ എന്നുള്ളതല്ല. ഇടതുപക്ഷത്തെ പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എക്കാലവും വാദിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് ഈ പാട്ട് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്, അങ്ങനെ ആരുടെയും ഭക്തിഗാനം വെച്ചിട്ട് അവിടെയൊന്നും ഈ പറയുന്നത് പോലെ പാരടി പാടില്ല എന്നൊക്കെ. ഇത് CPMൻ്റെ ഒരു നേതാവിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന ഒന്നാണോ? രാജു എബ്രഹാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വ്യക്തിപരമായ കാര്യം എനിക്ക് പറയുന്നു. പക്ഷേ ഇത് ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്ന് അറിയാവോ? അതെന്താണ് ചട്ടലംഘനം? ഈ മതചിഹ്നങ്ങളോ മതപ്പാട്ടുകളോ ഉപയോഗിക്കാൻ പാടില്ല. മതചിഹ്നങ്ങളോ മതപ്പാട്ടുകളോ ഒന്നുമല്ല. പാരടി പാട്ടുകൾ എത്ര എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്? അതുകൊണ്ട് മതചിഹ്നമാണോ? അയ്യപ്പന്റെ വാക്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അയ്യപ്പനെ കുറിച്ച് എത്രയോ പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ എത്രയോ കാലമായി. ഈ പാട്ടിന്റെ ഒക്കെ എത്രയോ പാരഡികൾ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളൊക്കെ എത്രയോ പാരഡി പാട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അന്നൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് ഇപ്പോൾ എങ്ങനെ വന്നു? കേൾക്കുന്ന ജനങ്ങൾക്ക് ഉത്കണ്ഠ. ജനത്തിന് അവർ പറയില്ലേ? UDF പറയില്ലേ സ്വർണ്ണപ്പാളി മോഷണം അവർക്ക് പറയാൻ അവകാശമില്ലേ? അയ്യപ്പനെ ചിഹ്നം ഉപയോഗിച്ചാൽ വ്യക്തമായ പ്രതിഷേധം പ്രതികരിക്കുകയും ചെയ്യും. എങ്ങനെ കേട്ടില്ല? ഈ അയ്യപ്പന്റെ പദം ഇതിൽ ഉപയോഗിച്ചാൽ ശക്തിയായ പ്രതിഷേധം അയാൾ പ്രതികരിക്കും. അപ്പൊ പണ്ട് ഇതേ പാട്ടിന് തന്നെ പാരഡി UDFന്റെ കാലത്ത് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്നൊന്നും ഇത് തോന്നിയില്ലേ? പണ്ട് പലതും നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇനി അങ്ങോട്ട് നടക്കുന്നു. ശരി, അപ്പൊ പണ്ടത്തെ ഇടതുപക്ഷ നിലപാടൊന്നും അല്ല ഇപ്പോൾ കുഞ്ഞാമ്മയുള്ളത് എന്നല്ലേ വ്യക്തമാണ്. മാറ്റം മാത്രമേ മാറിക്കൊണ്ടേയിരിക്കും. ശരി, അപ്പൊ കുഞ്ഞാമ്മന്റെ നിലപാട് വളരെ വ്യക്തമാണ്. താങ്കൾ ഏകദേശം ഈ മതതീവ്രവാദികളുടെ ലൈനിലേക്ക് അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിനെ ഇടതുപക്ഷത്തിന്റെ നയം പറയുന്നത് അത്ര ശരിയാവില്ല.
ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജയ ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, ഈ പോറ്റിയെ കയറ്റിയെ എന്നുള്ള പാട്ട് UDF തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ച് അത് സ്വർണ്ണപ്പാളി വിഷയം ചർച്ചയാക്കാൻ തന്നെ ഉപയോഗിച്ചതാണ്. കേരളത്തിൽ അങ്ങനെ ഒട്ടേറെ പാട്ടുകൾ, അത് അയ്യപ്പ ഭക്തിഗാനമായാലും അല്ലാത്ത ഭക്തിഗാനങ്ങളായാലും സിനിമാ പാട്ടുകളൊക്കെ പലതരത്തിലുള്ള പാരഡികളായി എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ഉപയോഗിച്ചിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു വികാരം ഇന്നിപ്പോൾ CPM നേതാക്കൾക്ക് തോന്നാൻ കാരണം എന്താണ്? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, ഇത് നമ്മള് സംസാരിക്കാതെ തന്നെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാകത്തില്ല അവര് തോറ്റതിന്റെ ജാള്യതയാണ്. അവർക്ക് തോറ്റു കഴിഞ്ഞപ്പം പോറ്റിയെ കേറ്റിയെ ഒക്കെ വലിയ വിഷമമായി പോയി. അതൊന്നും വലിയൊരു വിഷയമല്ല. കേസ് കൊടുത്താലും അതിനൊന്നും ഒരു കാര്യവും ഇല്ല. ഇതിനേക്കാൾ വലിയ പാരഡികൾ ഇതിനു മുമ്പേ നടത്തിയിട്ടുണ്ട് അല്ലേ LDF-കാര്. അന്നൊന്നും UDF-കാർ ഒരു പരാതിക്കും പോയില്ലല്ലോ. ഈ രാജു അബ്രഹാം ഒക്കെ നല്ല ഒരു നേതാവാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കല്ല അദ്ദേഹം പറഞ്ഞ അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ ചിരി വരെയാണ്. അതുകൊണ്ട് ഇതിന് അസഹിഷ്ണുത അവർക്ക് തോറ്റതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കാര്യമായിട്ട് ഒന്നുമില്ല. അയ്യപ്പനും ഒരു കുഴപ്പവും ഇല്ല, അയ്യപ്പന്റെ ഭക്തർക്കും ഒരു കുഴപ്പവും ഇല്ല. അതിനകത്ത് അയ്യപ്പനെ ഒരു ദുഷിച്ചും പറഞ്ഞിട്ടില്ല. ഭക്തർക്ക് കലിപ്പുണ്ടാവാനായിട്ടുള്ള ഒരു വാക്കുകളും അതിനകത്തില്ല കിരണേ. ശരി, ജയുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഇതേ മുരളിയാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഇതേ മുരളി, താങ്കൾക്ക് എന്താ തോന്നുന്നു? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എക്കാലവും ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു പക്ഷമാണ് ഇടതുപക്ഷം. അങ്ങനെ ഒരു ഇടതുപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാവാൻ ഈ പാട്ട് കാരണമായെന്നോ മറ്റോ തോന്നല ഉള്ളതുകൊണ്ടാവണമെന്നറിയില്ല. പക്ഷേ ഇത് മതവികാരം എണ്ണപ്പെടുന്നതാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മതമൗലികവാദികൾ പറയുന്നത് പോലെ പറയുന്നത് ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, പോറ്റിയെ കയറ്റിയെ എന്ന പാട്ടിനകത്ത് യാതൊരു മതവികാരവും ഇല്ല, ദൈവവിശ്വാസത്തിന് എതിരെ ഉള്ള വാക്കുകളൊന്നും അതിനകത്തില്ല. അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയെ കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോ ആ പാട്ടിനെ നിരോധിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളത് പറയുന്നുണ്ടല്ലോ. നമ്മൾ പറയുമ്പോൾ അത് തെറ്റില്ല, അത് പാടുമ്പോൾ തെറ്റാണെന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? CPM-ന് യഥാർത്ഥത്തിൽ എന്തുവാ സംഭവിക്കുന്നത് കേരളത്തിൽ, എന്തുവാ അവർ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യ. ഇങ്ങനെ ഒരു കേസായിട്ട് കോടതി ചെന്ന് കഴിഞ്ഞാൽ അവരെടുത്ത് ദൂരെ കളയത്തില്ലേ സാറേ? അതൊക്കെ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ പറയുന്നതിനകത്ത്? നമ്മൾ പറയുന്നുണ്ടല്ലോ, ശബരിമലയിൽ പോറ്റിയെ കയറ്റുകയും സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത CPM-ന്റെ സഖാവ് പത്തനംതിട്ടയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത്, മുൻ MLA അറസ്റ്റ് ചെയ്ത്, ഇങ്ങനെ നമ്മൾ വാക്കാൽ പറയുന്നുണ്ടല്ലോ. ഈ ഗത്യമായിട്ട് പറയുമ്പോൾ അതിന് കുഴപ്പമില്ല, അത് പദ്യമായി പറയുമ്പം കോടതി പോവാന്ന് പറഞ്ഞാൽ എന്ത് വിരോധാഭാസമാണ് അതിനകത്ത് കാണുന്നത്? അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ അവർ തോറ്റപ്പോ, അതായത് CPM-ന് ആ പാട്ട് കൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. എന്നാ പിന്നെ അത് ആ പാട്ടിനെ പിടിച്ചങ്ങ് കയറാം. എന്നിട്ടും ആ വിഷയം ചർച്ചയിലോട്ട് അവർ ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതിൽ ആ തെറ്റ് ചെയ്ത മുൻ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. ആ വിഷയങ്ങളിലൊന്നും അവർ ചർച്ച ചെയ്യുന്നില്ല. അവര് നേരത്തെ ഞാൻ പറയുന്ന പോലെ കത്തിയെടുത്ത് കുത്തിയിട്ട് ആ കുത്തിയെ കുറിച്ചല്ല അവർ പറയുന്നത്, ആ കത്തിയെ കുറിച്ചുള്ള വിവരണമാണ് നടത്തുന്നത്. അതാണ് ഇന്ന് CPM-ന്റെ ഒരു നിലപാട്. അത് കേരളത്തിലെ ജനങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. CPM ഇത്തരം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കളഞ്ഞ് സത്യസന്ധമായിട്ട് മുന്നോട്ട് വന്നില്ലെങ്കിൽ, ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളത് പശ്ചിമ ബംഗാളിലേക്കുള്ള യാത്ര അവർ തിരിച്ചിരിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിൽ അടുത്ത ഈ അസംബ്ലി ഇലക്ഷനോട് കൂടി തീർത്തും കേരളം പശ്ചിമ ബംഗാളായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, പാരഡി പാട്ടുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് പാരഡി പാട്ടുകൾ ഒരു പാർട്ടി മാത്രമല്ല, ഒട്ടുമിക്ക പാർട്ടികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാരഡി പാട്ടുകൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിടുന്ന അല്ലാതെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ പല പ്രധാനപ്പെട്ട പാട്ടുകളെയും തെറിപ്പാട്ടുകൾ പോലും ആക്കുന്നത്. അതൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനെ കേൾക്കുന്നതാണ്. അവിടെയൊന്നും ആരും ഇതിനെ ഒന്നും ഇത് മതവികാരം മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ മതവികാരം മരണപ്പെട്ടു എന്ന് ഒരു പരാതി വരുമ്പോൾ ആ പരാതിക്ക് പിന്തുണയുമായി ഒരു CPM-ന്റെ നേതാവ് നിൽക്കുന്നത് എത്രത്തോളം അപമാനകരമാണ്? നാണം കെട്ടവന്റെ ആസനത്തിൽ ആലുകളെത്താൽ അതും ഒരാനന്ദം. ഇവനൊക്കെ നാണമില്ലേ? ഈ പറയുന്ന വ്യക്തിയൊന്നും ഒരു നാണവും മാനമില്ലേ? അയ്യപ്പന്റെ നട തുറന്ന സമയത്ത് കിഴങ്ങ് കണക്ക് നിന്ന് ആ നിൽക്കുന്ന നിപ്പ് നമ്മൾ ഈ ലോകം മുഴുവൻ കണ്ടതല്ലേ? അല്ല, അത് ഇതുമായിട്ട് എന്താണ് ശ്രീ ഉണ്ണികൃഷ്ണൻ ബന്ധം? ഉണ്ണികൃഷ്ണൻ ഈ ഒരു വിഷയം പറയുമ്പോൾ ഒരാൾക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് തൊഴാം, വിശ്വാസമില്ലാത്ത ഒരാൾക്ക് തൊഴേണ്ട കാര്യമുണ്ടോ? അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? അങ്ങനെയുള്ളവരെന്തിന് ഇതിനെതിരെ വരണത്? അത് വേറെ കാര്യം. വിശ്വാസിക്ക് തൊഴാം, വിശ്വാസം ഇല്ലാത്ത ആൾ തൊഴുതില്ല. അതിനെ രണ്ടിനെ മാനിക്കാനുള്ളതാണ് നമ്മുടെ രാജ്യം. ആ രണ്ടിനെ ഒരേപോലെ തന്നെ മാനിക്കണം. അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? താങ്കൾ ഈ വിഷയത്തിന്റെ മെറിറ്റിൽ പറയും. ഞങ്ങൾ വിശ്വാസികൾ നോക്കിക്കോളാം. പക്ഷേ
ആ വിശ്വാസികൾ നോക്കാന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. വിശ്വാസികൾക്ക് അവിശ്വാസികൾക്കും ലോകത്ത് തുല്യമായ അവകാശമാണുള്ളത്. അല്ലാതെ വിശ്വാസികൾക്ക് വേണ്ടി എന്തെങ്കിലും പതിച്ചു കളിയിട്ടൊന്നുമില്ല. അത് എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട്. ആ അവിശ്വാസിയും വിശ്വാസിയും ഒക്കെ ഭരണകർത്താക്കളായി വരും. ഇന്ത്യ ഭരിച്ചിട്ടുള്ള കൂടുതൽ പേരും അവിശ്വാസികളായ ആളുകളൊക്കെ ഒരുപാട് പേർ ഭരിച്ചിട്ടുണ്ട്. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. വിശ്വാസം ഇല്ലാത്ത ഇവന്മാരെന്തിനെ എതിർക്കണേ? അത് ചോദിച്ചു. അല്ല, അത് ഈ മറ്റേ അമ്പലത്തിന് മുന്നിൽ നിന്ന് തൊഴുതില്ല എന്ന് പറയേണ്ട കാര്യവും അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല ശ്രീ ഉണ്ണികൃഷ്ണൻ. ഞാൻ കറക്റ്റല്ലേ ചോദിച്ചേ? വിശ്വാസമില്ലാത്ത ഇവരെന്തിനെ എതിർക്കുന്നത്? അല്ല, അത് ചോദിച്ചോ? അതാണ് ഞാൻ അതല്ലല്ലോ നേരത്തെ ചോദിച്ചത്. കണ്ടതല്ലേ നമ്മളിത് കണ്ടതല്ലേ? ആറ്റുകാൽ പൊങ്കാല സമയത്ത് നിന്നപ്പോ ഞങ്ങൾ കണ്ടതല്ലേ? എവർക്ക് എന്താ അവകാശം ഇതിനെവർക്കായി? ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ ആ വിഷയത്തെ രണ്ട് രീതിയിൽ കാണണം. ആറ്റുകാൽ പൊങ്കാലയോ ശബരിമല ഉത്സവം ഒക്കെ നടത്താൻ ഭരണകർത്താക്കൾ എന്ന നിലയ്ക്ക് കേൾക്കൂ. ഭരണകർത്താക്കൾ എന്ന നിലയ്ക്ക് വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നതോടെ കളക്ടർ വരുന്നു, അവരെല്ലാം വിശ്വാസികളാണോ പറയാൻ കഴിയുമോ? അവർക്കെല്ലാം ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അവരവിടെയൊക്കെ വരും, നിൽക്കും, അതെല്ലാം ചെയ്യും. അതൊക്കെ നടത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അല്ലാതെ അവരവിടെ ഒന്ന് തൊഴുതോ പ്രസാദം വാങ്ങിച്ചോ അല്ലെങ്കിൽ കുരിശ് വരച്ചോ അല്ലെങ്കിൽ നിസ്കരിച്ചോ എന്നൊന്നും നോക്കേണ്ട കാര്യം നമുക്കില്ല. അവര് വിശ്വസിക്കേണ്ട ഞങ്ങൾക്ക് നിർബന്ധമല്ല. ഇതിലും നിർബന്ധം കാണിക്കരുത്. അവർക്ക് എന്താ അവകാശം? വിശ്വാസം ഇല്ലാത്തവർക്ക് എന്താ അവകാശം? ഞങ്ങൾക്ക് വിഷമമല്ല. ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് വിഷമമല്ല. ഞങ്ങൾക്ക് ഒരു ദുഃഖമല്ല. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അയ്യപ്പന്റെ മുതൽ കെട്ടുകൊണ്ട് പോയിട്ട് ഇന്ന് വരെ ആ സ്ഥാനത്തിരിക്കുന്നവന്മാരെ പുറത്താക്കാൻ പോലും കഴിവില്ലാത്ത ഇവന്മാര് പറയുന്നതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇവൻ ഇന്ന് ഏത് കോടതി പോയാലും എവിടെ ഇന്ന് സുപ്രീം കോടതി പോയി കഴിഞ്ഞാലും ഈ എഴുതിയവന്മാരെ ഈ പാടിയവന്മാരെ ഒരു ചുക്കും ചെയ്യില്ല. പക്ഷേ വീണ്ടും ഇതിനൊരു പബ്ലിസിറ്റിയും ഇതിനൊരു വീണ്ടും ഇവർ നാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഞങ്ങളെയൊക്കെ മനസ്സിൽ വിശ്വാസികളായ ഞങ്ങളെയൊക്കെ മനസ്സിലേൽപ്പിച്ച മുറിവ് ഒരിക്കലും മാറൂല. ഇതുപോലെ വോട്ടിൽ ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ പറ്റൂ. ആൾക്കാർ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളായി. ഒന്നും രണ്ടുമല്ല. ഹിന്ദുക്കളെ ഏതെല്ലാം രീതിയിലും ദ്രോഹിക്കാൻ പറ്റുമോ ആ ദ്രോഹങ്ങൾ എല്ലാ രീതിയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണൻ ഈ പറയുന്നതിനിടയ്ക്ക് ഉണ്ണികൃഷ്ണൻ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ ആ പറയുന്നതിനിടയ്ക്ക് ആരുടെ ഹിന്ദുക്കളെ ദ്രോഹിച്ചു, അങ്ങനെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയായിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ദ്രോഹം ഉണ്ടായിട്ടൊന്നും കേരളത്തിൽ പൊതുവായി ചിന്തിക്കുന്ന മനുഷ്യർക്കൊന്നുമില്ല. ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ശബരിമല കാര്യം പറയാം. അതിനിടയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നും കയറ്റരുത്. അത് ഒരു വർഗീയ ചിന്താഗതിയാണ്. അത്തരം ചിന്താഗതി പാടില്ല. ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ഈ ഗവൺമെന്റിനെ അധികാരത്തിലേറിയത് ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ഹിന്ദുക്കളല്ലേ? അതായത് വിശ്വാസികളെ നല്ല രീതിയിൽ ദ്രോഹിക്കുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒരു സംശയം ചോദിച്ചോട്ടെ? എവിടെയെല്ലാം അവസരം കിട്ടും അവിടെ എല്ലാവരും നമുക്കിട്ട് പണിയുന്നുണ്ട്. നമ്മളത് കാണുന്നതാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ പറഞ്ഞേ എന്റെ ഞാൻ പറഞ്ഞു, അല്ലാതെ ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തല്ലോ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ? താങ്കൾ ഈ ഹിന്ദുക്കളെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ പിന്തുണയുള്ള പാർട്ടി ഏതാണ്? അല്ല, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണല്ലോ എന്റെ വിഷമം ഞാൻ പറയുന്നത്. താങ്കൾ ഹിന്ദു ആയ വിഷമം പറഞ്ഞു. അല്ല, അതിന് പകരം ഹിന്ദുക്കളെ ദ്രോഹിച്ചു, മുസ്ലിങ്ങളെ ദ്രോഹിച്ചു, ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചു, ആ മട്ടിലല്ല പ്രതികരിക്കേണ്ടത്. വിഷയത്തിന്റെ മെറിറ്റിൽ സംസാരിക്കണം. ഇതുവരെ ഞാൻ ഒരു പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഈ വിശ്വാസങ്ങളെ ഇത്രയും ദ്രോഹിക്കുന്നതിന് എനിക്ക് വിഷമമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ശ്രീ കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ മാത്യു, എല്ലാ കാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു പക്ഷമാണ് ഇടതുപക്ഷം. ഈ പല ഘട്ടത്തിലുമൊക്കെ അത്തരം വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ അത്തരം നിലപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തെ ഒരു നേതാവ് തന്നെ രാജു എബ്രഹാമിനെ പോലെ ഒരു ജില്ലയുടെ സെക്രട്ടറി അയക്കുന്ന ഒരാൾ തന്നെ ഏതോ ഒരാൾ കൊടുത്ത ഒരു പരാതി, ആ പരാതി ഗൗരവമായി അന്വേഷിക്കണം, ഇത് മതവികാരത്തെയൊക്കെ വ്യസനിപ്പിക്കുന്നതാണ്, അയ്യപ്പനെതിരെ ഈ പാട്ട് കേട്ടപ്പോൾ വ്യസനമുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമസ്കാരം. ഇതിനകത്ത് എനിക്ക് ശക്തമായിട്ട് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് യാതൊരുവിധമായ മതവികാരവും വ്രണപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. ഒരു വ്യക്തി അവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി. ആ പാട്ട് എഴുതുന്നത് വളരെ കറക്റ്റായിട്ട് അവൻ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. സ്വർണം കട്ടവൻ അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ. കറക്റ്റ് അല്ലേ? അവരെ രണ്ടുപേരല്ലേ ജയിലിലടച്ചത്? വേറെ ആരെ ജയിലിലടച്ചത്? ജയിലിലടച്ചത് യഥാർത്ഥ സഖാക്കളെ ജയിലടച്ചത്. ആ പുള്ളി എഴുതിയും കറക്റ്റാ. പിന്നെ രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മുടെ സരസ്വതി ദേവിയെ നഗ്നമായി ചിത്രീകരിച്ച പാർട്ടിയല്ലേ ഇവര്? ചിന്തിച്ചു നോക്കിക്കേ. മാത്രമാണ് ഇവർ ചെയ്തത് എന്തൊക്കെയാണ്? സ്ത്രീകളെ പരസ്യമായിട്ട് അമ്പലത്തിൽ കയറ്റി, ശബരിമല കയറ്റി, എന്തൊക്കെ തെമ്മാടത്തിൽ അവർ കാണിച്ചു. ഇപ്പം യാഥാർത്ഥ്യം വരുമ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റന്റെ പാർട്ടിക്ക് ഞെട്ടലാണ്. എന്തിനും ഏതിനും അവർ ഞെട്ടു. അപ്പൊ UDF ജയിച്ചപ്പം UDF അധികാരത്തിൽ വന്നപ്പോ തൊട്ടതും പിടിച്ചതും എല്ലാം തെറ്റാണ്. ശ്രീ കമാൻഡറെ, ഈ ഒരു കാര്യം കേൾക്കൂ. ഈ ഒരു ഏതെങ്കിലും ഒരു ദൈവത്തെ നഗ്നരായി ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ
താങ്കൾ ഭാരതീയമായ ഒരു വലിയ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ പോസിറ്റീവായ വലിയ വശങ്ങളെയൊക്കെ തള്ളിപ്പറയുകയാണ് എന്നുകൂടി പറയേണ്ടി വരും. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഇന്ത്യ മനസ്സിലായി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ശില്പങ്ങളൊക്കെ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഈ പുതിയ കാലത്ത് വരുന്ന ചില സങ്കുചിത ആളുകൾക്കാണ് ദൈവത്തിന്റെ ചിത്രം നഗ്നമായി വരച്ചത് കാണുമ്പോൾ വികാരം വരുന്നത്. അങ്ങനെ ഒരു വികാരം വരുന്ന ഒരു നാടൊന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യക്കാർ അങ്ങനെയല്ല. ഓക്കെ, പക്ഷെ അത് എടുത്തിട്ട് കുറച്ചു നാൾ അലക്കി അത് വർഗീയവാദികൾ എല്ലാ കാലത്തും ഇങ്ങനെ ഓരോ നിലക്കാൻ വരില്ലേ? സമ്മതിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ സഖാവ് അച്യുതാനന്ദനെയും സഖാവ് നയനാരെയും കെ കരുണാകരനെയൊക്കെ എന്തോരം രീതി നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി എന്റെയും നിങ്ങളുടെയും നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു പാട്ട് പാടത്തില്ലായിരുന്നു. എന്തുവായിരുന്നു, ഒരു കുറെ പാട്ടുകൾ അന്നത്തെ കാലത്ത് പാരഡി ഗാനങ്ങളൊക്കെ നമ്മൾ പാടുമായിരുന്നു. നമ്മൾ അന്നൊക്കെ കോളേജിൽ ഈ പാട്ടുകളൊക്കെ എഴുതി പാടുന്ന സമയത്തൊന്നും ഈ വികലമായ ചിന്തയൊന്നും നമുക്കാർക്കും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, കേരളത്തിലെ മിക്കവാറും ഒട്ടുമിക്ക ഹിറ്റ് ഗാനങ്ങളും, അതിന് ഭക്തിഗാനമായാലും സിനിമാ പാട്ടുകളായാലും അതിനൊക്കെ പാരഡി ഗാനങ്ങളും ഒക്കെ, പിന്നെ സ്വകാര്യ സദസ്സിലൊക്കെ പാടുന്ന തെറിപ്പാട്ടുകളടക്കം അതെല്ലാം സമൂഹത്തിലുള്ളതാണ്. ഇപ്പോൾ തെറിപ്പാട്ടൊക്കെ ആണെങ്കിൽ ശരിയാണ്, ഒരാൾ റെക്കോർഡ് ചെയ്ത് അങ്ങനെ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അതുപോലും നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. നമ്മൾ പാടുന്നതല്ലേ ശരറാന്തൽ തിരിചാർത്ത് നമ്മുടെ കോളേജ് കാലത്ത്. ശരി, ഓക്കെ ശ്രീ കമാൻഡർ, അത് താങ്കൾ എന്തായാലും എന്റെ പാരഡി ഒന്നും പാടേണ്ട. തൽക്കാലം നമുക്ക് അടുത്തൊരു പ്രേക്ഷകരിലേക്ക് പോവാം. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു പാട്ടിനോട് ഇങ്ങനെ ഒരു അസഹിഷ്ണുത? തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, അത് തിരുത്തൽ വരുത്തുകയോ അല്ലെങ്കിൽ തിരുത്തി മുന്നേറുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള അവസരം അതൊക്കെ എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. പക്ഷേ ഈ ഒരു പാട്ടിനോട് ഇടതുപക്ഷം ഇങ്ങനെ ഒരു അസഹിഷ്ണുത പറയുന്നത് ശരിയാണോ? ഈ രാജീവിന് എന്തിനത്ര പൊള്ളേണ്ട കാര്യം? സഖാക്കളെ അത് കട്ടുമുടിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ സഖാക്കളെ പറ്റി പറയുമ്പോ ഇന്നത്ര പൊള്ളേണ്ട കാര്യം? കരുണാകരൻ മന്ത്രിസഭയുള്ളപ്പോ കരുണാകരനെ പറ്റി ഇവർ എന്തെല്ലാം പാടിണ്ട്. ഇന്ന് ഇവിടെ 7:30 ഏഷ്യാനെറ്റിൽ ഞാൻ കണ്ടതാ. കലാപവും മണിയും നാദൃശ്യം കൂടിയിട്ട് പറ്റിയിട്ട് കോൺഗ്രസിനെ പറ്റിയുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതേ സാമ്യം തന്നെ. അപ്പൊ ഇവരെ പറയുമ്പോ പൊള്ളല്. കോൺഗ്രസിനെ പറ്റി പാടുമ്പോ ഒരു വിഷമവും ഇല്ല, ഒന്നുമില്ല. ഇവരെ സഖാക്കള് ജയിലിൽ ഇപ്പൊ 2 ആളും ജയിലില്ല. ഒരു നടപടി എടുത്തിട്ടുണ്ട് അവര്. അപ്പൊ അതിനെ പറ്റി പാടിയപ്പോ അവർക്ക് വല്ലാത്ത പൊള്ളലായി. ഒരു കുഴപ്പമില്ല. ഇതേ പാട്ട് തന്നെ കോൺഗ്രസ്സുകാർ നിയമസഭയിലും വരുമ്പോഴും പാടിക്കൊണ്ടിരിക്കും. രാജീവ് അബ്രഹാമിന് ഒരു പൊള്ളേണ്ട കാര്യമില്ല, സഖാക്കൾക്ക് ഒരു പൊള്ളേണ്ട കാര്യമില്ല. അവർ കട്ടിട്ടുള്ളതല്ലേ, തെളിവ് വന്നിട്ടുള്ളതല്ലേ. അന്വേഷണം നടക്കുകയാണ് ശ്രീനിവാസൻ. അതിനകത്ത് ആരാണ് കട്ടെടുത്തത് എന്നുള്ള സംബന്ധിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല. അത് നമ്മളെ അവരാണ് എന്ന് പറയാൻ ആയിട്ടില്ല. അല്ല, കോടതി പറഞ്ഞല്ലോ. ഇല്ല, അങ്ങനെ അവിടുന്ന് മോഷണം പോയി എന്നുള്ള അല്ലാതെ ഏതെങ്കിലും ഒരാൾ ആ മോഷണത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തമാകുന്നില്ല. അന്വേഷണം പരിശീലിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഭൂരിഭാഗം അന്വേഷണത്തിൽ വരുമ്പോ ഇവരൊക്കെ ഇതിൽ പ്രതികളാവും. അത് വരട്ടെ. അതിപ്പോൾ നമുക്കല്ലാതെ അവരെ ഒരാളെ നമുക്ക് ഒരു കുറ്റത്തിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിലൊന്നും അയാളെ കള്ളൻ എന്നാരെയും നമുക്ക് വിളിക്കാൻ കഴിയില്ല. അത് വരട്ടെ. രാഷ്ട്രീയമാകുമ്പോഴേ രാഷ്ട്രീയ സാറേ ഒരു ഇലക്ഷനൊക്കെ ആവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഇതിൽ ഒരു പൊള്ളേണ്ട കാര്യമില്ല. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ നിങ്ങളുടെ പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ് ഒരാളുടെ പരാതി ആദ്യം വന്നത്. പ്രസാദ് കുഴിക്കാല എന്ന് പറയുന്ന തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ഭാരവാഹിയാണ്. പിന്നീട് ഭാരതിയുടെ ചെയർമാൻ പറഞ്ഞു അത് ഞങ്ങളുടെ പരാതിയല്ല എന്നൊക്കെ പറഞ്ഞു. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ആ പരാതിയെ പിന്തുണച്ചുകൊണ്ട് അത് ഗൗരവമുള്ള ഒന്നാണ്, അത് ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കണം, അത് ഇങ്ങനെ ഇത്തരം അയ്യപ്പനെയൊക്കെ നിന്ദിക്കുന്ന പാട്ടാണെന്ന മട്ടിലാണ് പത്തനംതിട്ടയുടെ ജില്ലാ സെക്രട്ടറി, CPMന്റെ ജില്ലാ സെക്രട്ടറി ഒക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാട് CPM നേതാവിനെ സംബന്ധിച്ച് ചോദിച്ചാണോ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ പറഞ്ഞ പരാതിക്കാരനോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഒന്ന്, കരുണാകരനെ കളിയാക്കിക്കൊണ്ട് ഒരു അയ്യപ്പന്റെ പാട്ട് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് ഇത്ര വേദന ഉണ്ടായില്ലല്ലോ. എത്രയോ പേര്, അത് മാത്രമല്ല എത്രയോ നേതാക്കളെയൊക്കെ കളിയാക്കിക്കൊണ്ട് അത് തന്നെ ആദ്യം അദ്ദേഹത്തോട് വേറെ പണി പോയി നോക്കാൻ പറ. അതിലെന്തോ പരിപാടി കാണിക്കുന്നത്. അതും പോട്ടെ, ഒരു മിണ്ടാപ്രാണികളെ രാഹുൽ ഗാന്ധിന്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ മിണ്ടാപ്രാണികളെ എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് റോഡിൽ കൊണ്ടുവന്ന് തെരുവിലിറക്കി കിടന്ന് ഉമ്മാട്ടി കളിച്ചല്ലോ. അതിന് വേദനയില്ലേ ഇവർക്കാർക്കും? ആണോ? ഈ തോറ്റേന്റെ നാണം കേട്. ഈ ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് വരിക. ഞങ്ങൾ CPMനെ ആരാധിക്കുന്ന വോട്ട് ചെയ്യുന്ന ആൾക്കാരാ. ഇവിടെ CPMന്റെ കുറെ ആൾക്കാർ ഇവിടുന്ന് മാറിക്കഴിഞ്ഞു. ഇവരോട് ആദ്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതിന്റെ ഒരു കാരണം, ഇവർ തെറ്റ് തിരുത്തുക. ഇവര് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ തെറ്റ് തിരുത്തുക. കോൺഗ്രസ്സുകാരുടെയും എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ അവരുടെ പേര് കേസെടുക്കുക. അവരുടെ പേരിൽ എന്തുമാത്രം പിന്നെ കള്ളക്കളികളുണ്ട്. ഒരു കാര്യം ഞാൻ സാറിനോട് ചോദിക്കട്ടെ,
ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരു പ്രതികൾക്ക് പരോൾ അനുവദിച്ചിട്ടുണ്ടോ? എത്രയോ ജഡ്ജിമാർ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരാൾക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചു. അയാളാണോ ജയിലിൽ ഇട്ടത്? അപ്പൊ ഇതിലൊന്നും ശ്രീ ഒരു ഷാജി, അത് നമുക്ക് പരാതിയില്ല. എന്തായാലും ആ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ആ വിഷയം അതല്ല. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ്, ഒരു പാട്ട് വന്നു, സ്വാഭാവികമായും ആ പാട്ട് സമകാലികമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിരുന്നു, അതുകൊണ്ട് തന്നെ ആ പാട്ട് ഹിറ്റാവുകയും കോൺഗ്രസ് അവർക്ക് കൃത്യമായി അത് ഉപയോഗിച്ചു. അതങ്ങനെ എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും അത്തരം പാട്ടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അതൊരു മതവികാരം വ്രണപ്പെടുന്നു എന്നൊക്കെ ഒരു CPM നേതാവ് പറയുമ്പോൾ അതിൽ ഒരു വല്ലാത്ത ഇടതുവിരുദ്ധതയില്ലേ? ഇല്ലില്ല, ഒരിക്കലും പാടില്ല. കാര്യം ഇതിന് മുമ്പ് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടന്നു കയറ്റാതെ കർണാടക അനുഭവിച്ച് പാട്ട് പാടുന്നപ്പോ. അപ്പൊ അന്നേരം ഈ പിന്നെ നമ്മുടെ രാജു എന്നൊക്കെ പറഞ്ഞാല് 10-25 വരെ MLA ആയ കമ്മ്യൂണിസ്റ്റുകാരെ കൂടുതൽ നാട്ടുകാരൊക്കെ മാനിക്കുന്ന മഹാമാന്യായ ഒരു ആള്. അയാളുടെ ഭാഗത്തുനിന്ന് പാർട്ടി ആവശ്യപ്പെട്ടാൽ പോലും ഇവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ഒരു ഹിന്ദുത്വ പ്രിയനാണ്. കാരണം നമ്മളിപ്പോ ആദ്യം ഫസ്റ്റ് വിട്ടാൽ കോഴിക്കോട്ടെ ആ പാവവും അതൊക്കെ മഞ്ചേരി മഹാഭാവവും പോയിട്ട് ബാക്കി എല്ലാ ആൾക്കാർക്കും കാര്യം മനസ്സിലായി. ഇവര് ഈ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് തിരിഞ്ഞു മാറുകൊണ്ടാണ് ഇവരിപ്പോ ഈ അവസരമായത്. ഇവര് ശരിക്ക് BJPനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയുള്ള ഈ ഹിന്ദുത്വ പ്രീണനമാണ് ഇപ്പൊ നടത്തുന്നത്. അതുകൊണ്ട് ഇനിയെങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയണം, നിങ്ങളുടെ അന്തസ്സോടുകൂടി നട്ടൽ ഉയർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിക്കണം. അല്ല നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ത് വിട്ടിട്ട് ഇത് നാണക്കാടില്ല കിരൺ ബാബു. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്ന പണിയാണ് ഈ കാണിച്ചേ. അപ്പോൾ ഇനിയെങ്കിലും പറയാം, ഇനിയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നാട്ടിലവിടെ കാര്യം തുറന്ന് പറയാം. ആ വെള്ളാപ്പള്ളി നടേശനൊക്കെ കൊണ്ട് നടന്നിട്ട് അതിന് ആ പെരുന്നേരെ മറ്റേ പോപ്പ് ഇതും കൂടെ വന്നോട് ഒരു മൊത്തം പൂർത്തിയായി. ഈ ഒറ്റ കാര്യം ഈ വെള്ളാപ്പള്ളി നടേശൻ കാരനാണ് ഇന്ന് ഈ അവസ്ഥയായിട്ടില്ല. ഇനിയെങ്കിലും CPM-മാർ മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശന്റെ ആ മൈക്രോ ഫിനാൻസ് കേസ് തട്ടിയെടുക്കുക, പൊടിയേറ്റെടുക്കുക, എന്നിട്ട് ഇയാളെ പിടിച്ചിട്ട് ഉള്ളിൽ കയറ്റാണ് പഴി നോക്കുക. ഇത് എല്ലാവരും കൊണ്ടിട്ട് ഇയാളെ രക്ഷപ്പെടുത്തിയിട്ടാവുള്ളൂ. അതോടുകൂടി നിങ്ങൾ ഈ പോയ എല്ലാ ഇതും തിരിച്ചു കിട്ടും, നിങ്ങൾ അടുത്ത അസംബ്ലിയിൽ ജയിക്കുകയും ചെയ്യും. അത് നിങ്ങൾ ആരും കേൾക്കുന്നതാണ് ഈ പിണറായി വിജയൻ അറിയിച്ചു കൊടുത്തത്. ഓക്കെ കിരൺ ബാബു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ദാസൻ. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകണം. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, എല്ലാ കാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവരാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, ലോകത്ത് പല സ്ഥലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് തന്നെ അത്തരം നിലപാടാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്, ഏത് മതത്തിൻ്റെ ആയാലും ഭക്തിഗാനത്തിലൊന്നും പാരടി ഉണ്ടാക്കരുത്, അത് ആ മതക്കാർക്ക് വലിയ വിഷമം ഉണ്ടാക്കുമെന്നൊക്കെ. ഇതൊക്കെ ഒരു ഇടതുപക്ഷ നിലപാടായി കാണാൻ കഴിയുമോ? ഒരിക്കലുമില്ല, ഇടതുപക്ഷ നിലപാടല്ല ഇത്. ഹിന്ദുക്കളെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ രാജ്യസഭാമിന്റെ ജില്ലയിലുള്ള പത്മകുമാർ ജില്ലാ സെക്രട്ടറി മെമ്പറാണ്. ഈ ജില്ലാ സെക്രട്ടറി അയാളെ തോളത്തിരുന്നിട്ട് ആ സ്വർണം കെട്ടപ്പം കുഴപ്പമുണ്ടായില്ല. അന്നേരം അയ്യപ്പന്റെ ഭക്തർക്ക് വിഷമവും ഇല്ല, ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് അയാളെ ഒന്ന് പുറത്ത് സസ്പെൻഡെങ്കിലും ചെയ്തുകൂടായിരുന്നു. അതുപോലും ആ ജില്ലാ സെക്രട്ടറിക്ക് പറ്റില്ലല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ ഈ അടാർലവിൽ മാണിക്യമലരെ എന്നുള്ള ആ പാട്ട് ഇറങ്ങിയപ്പോ ഈ പിണറായി വിജയൻ തന്നെ പറഞ്ഞാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതെന്ന് പറഞ്ഞാണ്. ഹൈദരാബാദിലെ മുസ്ലിം സംഘടനകൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോ അങ്ങനെ പറഞ്ഞ പിണറായി വിജയന്റെ പാർട്ടി ഇന്ന് ഹിന്ദുക്കളെ തിരിച്ചു പിടിക്കുക, അയ്യപ്പന്റെ പേര് പറഞ്ഞ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഈ നാടകം വെറും നാണം കെട്ട നാടകം. തോറ്റത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കുക. പിന്നെ ഈ പാട്ട് സാധാരണ ജനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറില്ല. പക്ഷെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറും. അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിലും ഇത് വരും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കരുണാകരനെ കുറിച്ച് അയ്യപ്പനെ കുറിച്ചുള്ള പാട്ടാണ് ഉണ്ടായിരുന്നത്. മെല്ലെ പോ അയ്യപ്പ എന്നുള്ള പാരഡിയായിട്ട് അതൊന്നും ഒരു കൈരളി ചാനൽ ഉണ്ടായിരുന്നുള്ളത്. അതൊക്കെ ഒരുപാട് കരുണാകരനെ കുറിച്ച് മാത്രമല്ല, ഒട്ടുമിക്ക കുറിച്ച് മാത്രമല്ല, അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ പാരഡി പാട്ടുകൾ അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതെ അങ്ങനെയുള്ളപ്പോ ഇവർ ഇതിൽ നാണം കെട്ടുപോയേ ഉള്ളൂ. കാരണം ഹിന്ദുക്കളെ തിരിച്ചു പിടിക്കുക, ഞങ്ങൾ അയ്യപ്പന്റെ കൂടെ ആണെന്ന് പറഞ്ഞ് തിരിച്ചു പിടിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ അയ്യപ്പന്റെ അത്ര വേദനയുള്ളവര് അവിടുത്തെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ സ്ത്രീകളെ കയറ്റിയില്ലേ? അതെന്താ കുഴപ്പമുണ്ടായില്ലേ? കോടതി എന്ത് വിധി ആയിക്കോട്ടെ. അത് അന്ന് അവിടെ തടസ്സം നിന്നതാരാണ്? ഈ CPM-മാരെന്നല്ലേ ഇവരെ ബിന്ദു അമ്മണിനെ അവരെ കയറ്റാൻ നിന്നത്. അന്ന് അയ്യപ്പന് വിഷമം ഉണ്ടായില്ല. ഈ ഭക്തരെ മൊത്തം കേസ് കൊടുത്ത് കേസിലാക്കി ഇന്നും
കോടതികൾ കയറി അതൊക്കെ സന്തോഷ്. ഭക്തര് ഒന്നുമല്ല അന്ന്, ഭക്തർ മാത്രമൊന്നും അല്ല അന്ന് സമരം നടത്തിയ ആളുകളൊക്കെ ആ സമയത്ത് പലതരത്തിലുള്ള അക്രമമായി രംഗത്തിറങ്ങിയ ആളുകൾക്കെതിരെയൊക്കെ കേസ് വരിക സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ കേസ് വരാതെ പിന്നെ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ പോലീസിന്? സാറ് മുതലെടുപ്പിന് അവസരം ഒരുക്കിയതാരാണ്? അല്ല, ആരും ഒരിക്കലും ഞാൻ പറഞ്ഞത് അന്ന് സമരം നടന്നതൊക്കെ ഈ ഭക്തരൊന്നും അല്ല സമരം നടന്നത്. ഭക്തരാരും കയ്യിൽ നെയ്ത്തേങ്ങ എടുത്ത് മറ്റുള്ളവരുടെ നെഞ്ചത്തെറിയാനും ഒന്നും നിൽക്കില്ലല്ലോ. അതൊക്കെ ആരാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊന്നും കാര്യമില്ല. കേസൊക്കെ വരും, സ്വാഭാവികമായിട്ട്. അത് നിങ്ങൾ ന്യായമായ സമരം നടത്തിയാലും കേസ് വരും. സാർ, ഈ ഭക്തി കൊണ്ടാണോ ഇപ്പൊ ഇവര് ഈ അയ്യപ്പന്റെ പേരിൽ പൂങ്കണ്ണീർ ഒഴിക്കുന്നത്? അല്ലല്ലോ, ഇത് ജനങ്ങളെ ഈ സ്വർണ്ണക്കൊള്ള അത് ശരിക്കും ബാധിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലായി. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷ്. ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് മതവികാരം വ്രണപ്പെടുമെന്ന് ഏതെങ്കിലും ഒരു തീവ്ര മൗലികവാദികൾ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആളുകളൊക്കെ പരാതി കൊടുക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. അതിൽ ഏത് മതമായാലും അങ്ങനെയൊക്കെയുള്ള മൗലികവാദികൾക്ക് ഒരു സ്വഭാവമാണ്. പക്ഷേ CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? നമസ്കാരം. നമസ്കാരം. ഒരു ഇരട്ടസംഖ്യയുള്ള നേതാവിന്റെ പാർട്ടി ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ഹാലളുക എന്ന് പറഞ്ഞാൽ കഷ്ടമേ പറയാൻ പറ്റുള്ളൂ. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിർത്തുന്നുണ്ട് മതവിശ്വാസം വ്രണപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ വ്രണപ്പെടലുണ്ടായത് 2018 യുവതികളെ കയറ്റിയതാണ്. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പോലീസ് ഹെൽമെറ്റിലൊക്കെ വെച്ച് കയറിയതുണ്ട്. അതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ ഒരു സ്വർണ്ണ കട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടിന്റെ ആ ഭഗവാന്റെ പാട്ടിനെ വെച്ചാൽ ചേർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഈ ഇതിന്റെ ആവേശത്തിന്റെ പാട്ട് പിന്നെ കട്ടച്ചോറ് കൊണ്ട് സർവത്തുണ്ടാക്കുക പേനക്കത്തി കൊണ്ട് പിന്നെ അരിശ്രീ എഴുതിക്കാന്നുള്ള പാട്ടൊന്നും മെച്ചാവില്ല. ഞാൻ പറയുമ്പോ ഈ പാട്ട് ഇവര് കൂടുതൽ കോൺഗ്രസിന് കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അറിയാത്തവർ പോലും ഈ പാട്ടൊന്ന് കേൾക്കണം തോന്നുള്ള ഒരു അവസരം ഇപ്പൊ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, ശരി. അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലനാണ് ഇന്ന് പാലക്കാട്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, ഈ പാട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഹിറ്റായി. സ്വാഭാവികമായും ഒരു ഹിറ്റ് ഗാനത്തിൻ്റെ ഭക്തിഗാനത്തിൻ്റെ ട്യൂണായിരുന്നു. ആ മട്ടിൽ പുതിയ കാലവുമായി യോജിക്കുന്നൊരു പാട്ടൊക്കെ. പക്ഷേ ആ പാട്ടിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നവരിൽ ഇടതുപക്ഷക്കാരുടെ പിന്തുണ കൂടി ഉണ്ട് എന്ന് വരുമ്പോൾ അതിൽ ഒരു അപകടമില്ലേ? തീർച്ചയായിട്ടും എവിടെയോ ഒരു അപകടം പറ്റിയിരിക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഈ അസഹിഷ്ണുത? എന്തിനാണ് ഈ അസഹിഷ്ണുത മനസ്സിലാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് എന്നും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുരപ്പുറത്ത് കയറി വാദോരാതെ പ്രസംഗിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് ഈ ഒരു പാരഡി ഗാനം കേൾക്കുമ്പോൾ വിരല് പിടിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. കാരണം ഇത് എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് ഉള്ള ഒരു ആശങ്കയാണ് അവർ ഇതിൽ കാണിക്കുന്നത്. അബ്രഹാം എന്തെന്നാ അദ്ദേഹത്തിന്റെ പേര്? രാജു അബ്രഹാം. രാജു അബ്രഹാമിലൊക്കെ സീനിയോറിറ്റിയുള്ള പാർട്ടിയുടെ നേതാക്കളാണ്. അവരൊക്കെ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നത്. നേരെ മറിച്ച് അത് BJP ആണ് ഉന്നയിച്ചതെങ്കിൽ അത് അവർക്ക് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ്. എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാട്ടിൽ ഈ മതങ്ങൾ തമ്മിലുള്ള ഈ സൗഹാർദ്ദം ഇല്ലാതാക്കാൻ വേണ്ടിയാണോ? ആളുകൾ തമ്മിലടിക്കാൻ വേണ്ടിയാണോ? ഈ രീതിയിൽ എന്തിനാണ് ഇവർ ചിന്തിക്കുന്നത്? യഥാർത്ഥത്തിൽ മതവിശ്വാസികൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഹൈന്ദവ വിശ്വാസികൾ സന്തോഷിക്കുകയാണ് ഈ പാരഡി ഗാനം കേൾക്കുമ്പോൾ. കാരണം അയ്യപ്പന്റെ ശക്തി കൊണ്ടാണ് കുറ്റവാളികൾ പുറത്തു വന്നത് എന്നല്ലേ മനസ്സിലാക്കിയ വിശ്വാസികൾ. അയ്യപ്പനോട് കൂടുതൽ വിശ്വാസം ഉണ്ടാവുകയല്ലേ ചെയ്യേണ്ടത്. ഇത് വെറുതെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു സംഗതിയാണ്. ഇത് നേരത്തെ ഇവർ ചെയ്തിട്ടുള്ള കരുണാകരനെ കുറിച്ച് ഇതേപോലെ അവർ തന്നെ നിർമ്മിച്ച ഒരു പാട്ട് അവരെ ചാനലിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ. അന്നൊന്നും ഇല്ലാത്ത നാദർഷ എഴുതിയ പാട്ട് കലാഭവൻ മണി നാദർഷയും ചേർന്ന് പാടിയാണ്. അതൊക്കെ ഒരുപാട് നേതാക്കളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നേതാക്കളെ കുറിച്ചൊക്കെ ഒരുപാട് പാരഡി ഗാനങ്ങൾ താങ്കളുടെ തന്നെ ജീവിതത്തിൽ താങ്കൾ എത്രത്തോളം പാരഡി ഗാനങ്ങൾ കേട്ടിട്ടുണ്ടാവും? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ പാട്ടിൽ 3-4 തവണ നിങ്ങൾ ഈ ചർച്ചയിൽ കേൾപ്പിക്കണം ശ്രോതാക്കളെ. ഇതിൽ എവിടെയാണ് തെറ്റ്? എന്താണ് തെറ്റ്? അത് ജനങ്ങൾ ബോധ്യമായിട്ട് ഇപ്പൊ എല്ലാ കേരളീയ പൊതുസമൂഹത്തിന്റെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഒരു ഗാനമായി ഇത് മാറിയതിന്റെ പിന്നിലും ഇതിന്റെ ശക്തി ഈ പറഞ്ഞ ഈ എതിർപ്പാണ് ഇത്രമാത്രം. കാരണം നമുക്കറിയാലോ ഈ പാട്ട് പാടിയ വിഷ്ണുനാഥ് പാടിയത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. MP-മാർ അടുത്ത ദിവസമാണ് 2 ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 2 ദിവസം മുമ്പെയാണ് പിന്നെ ലോകസഭയ്ക്ക് മുൻപിൽ അവർ പാടിയത്. അപ്പൊ ഇപ്പൊ ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവില്ല. വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും.
ശ്രീ ചന്ദ്രൻ നായർ, താങ്കളിലേക്ക് വരും മുമ്പ് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ദിലീപ് കുമാർ പറയുന്നു, കിരൺ തന്നെ ആദ്യമേ നിലപാട് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ നാട്ടുകാരോട് ഇതിന് അഭിപ്രായം ചോദിക്കണമെന്ന് ചോദിക്കുന്നു. ശ്രീ ദിലീപ് കുമാർ, എൻ്റെ അഭിപ്രായമല്ല നാട്ടുകാരുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ട്, വിയോജിക്കുന്നവരുണ്ട്, പലതരത്തിൽ യോജിപ്പും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടിയാണ് നമുക്ക് പൊതുവേദി ഉള്ളത്. അല്ലാതെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ എൻ്റെ അഭിപ്രായം പറയുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയാണ്. അല്ലാതെ നാട്ടുകാരുടെ പിന്നെ എന്തിനാ അഭിപ്രായം ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഇപ്പോൾ തന്നെ പലരുടെ അഭിപ്രായങ്ങൾ താങ്കൾ കേട്ട് കാണുമല്ലോ. കട്ട് മോഷ്ടിച്ച് കുടുംബസമേതം ഉരുട്ടി നീക്കിയപ്പോൾ ആലോചിക്കണമായിരുന്നു കള്ളന്മാർ, സ്വാമി ശരണമൊക്കെ പ്രമോദ് എന്നാണ് പറയുന്നത്. ഈ പാരഡി ഗാനത്തിന് അയ്യപ്പൻ്റെ പേര് ഉപയോഗിച്ച് നടത്തിയ ഭാഗം തിരുത്തേണ്ടത് തന്നെയാണെന്നാണ് VC തോമസ് പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഏതെങ്കിലും ഒരു ഭക്തിഗാനത്തിന് പാരഡി വരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇത് നീക്കണമെന്ന് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ ആയിരിക്കും. പക്ഷേ എന്തായാലും കേരളത്തിൽ ഇതുവരെയൊന്നും അങ്ങനെ ഒരു പാരഡി ഗാനത്തിൻ്റെയും ഭക്തിഗാനത്തിൻ്റെ പാരഡി വന്നു എന്ന് കരുതി അതുകൊണ്ട് അതൊന്നും നീക്കണമെന്നൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പശ്ചിമബംഗാൾ കോൺഗ്രസിൻ്റെ അവസ്ഥ അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. ഒരു പാരഡി ഒരു മതവികാരം വ്രണപ്പെടുത്തിയിട്ടില്ല, തോറ്റതിന് വിഷമം കൊണ്ട് പാർട്ടിക്കാർ പറയുന്നതാണെന്ന് കണക്കാക്കേണ്ടതില്ല എന്ന് സദാശിവൻ നായർ പറയുന്നു. ഫിലിപ്പ് പറയുന്നു, ആരുടെ വിശ്വാസമാണ് ഇവിടെ തകർന്നത്? ശബരിമലയിലെ സ്വർണ്ണമോഷണം പ്രമേയമാക്കിയ ഒരു പാരഡി ഗാനം ആരുടെ വിശ്വാസത്തെയാണ് ഹനിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. പരാതി കൊടുത്തത് അനുഭാവ സംഘടന, പഴി CPM-നും. ശ്രീ VC തോമസ്, അത് വളരെ വ്യക്തമാണ്. എൻ്റെ ഞാൻ നേരത്തെ ഒരാൾ ചൂണ്ടിക്കാണിച്ച പോലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും മതമൗലികവാദികൾ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ അത്ഭുതമില്ല. കാരണം അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആയിക്കോട്ടെ, മതമൗലികവാദികൾക്ക് ലോകത്തെല്ലായിടത്തും ഒരേ നിലപാടാണുള്ളത്. അവർ എവിടെയും മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയും. പക്ഷേ ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ പ്രതിനിധി ആ തരത്തിൽ നിലപാട് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഈ വിഷയം ചർച്ചയാക്കുന്നത്. അല്ലാതെ ഏതോ ഒരു അയ്യപ്പ തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്നൊക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സംഘടനക്കാരൻ്റെ ഏതെങ്കിലും ആരും കാണാത്ത പ്രസാദ് കുഴിക്കാല എന്നൊക്കെ പറഞ്ഞൊരു നേതാവ് കൊടുത്താൽ അതിനെ അതിൻ്റെ അർത്ഥത്തിൽ തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ രാജു എബ്രാഹിമിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു നേതാവല്ല. അദ്ദേഹം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ജില്ലയുടെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റേയാൾ കൊടുത്തതിനേക്കാൾ പ്രാധാന്യം ഇതിന് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ആര് ജയിച്ചാലും മദ്യവും കള്ളും നിരോധിക്കാൻ ഉത്തരവിറക്കില്ല, നിരോധിക്കാൻ അതും ഇതുമായി ബന്ധമൊന്നുമില്ല. എന്തായാലും ഹിന്ദുക്കളെ അവമാനിക്കുന്ന ഗാനങ്ങളെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം എന്ന് വിളിക്കും. എന്നാൽ ഇതേ കാര്യം മറ്റു മതങ്ങളെ ലക്ഷ്യം വെച്ച് ചെയ്താൽ വലിയ പ്രതിഷേധമുണ്ടാകും. ഹിന്ദുക്കൾ ഉണരുന്നതോടെ ഇതെല്ലാം ആണ് അത് പറഞ്ഞേക്കുന്നത്. ഹിന്ദുക്കളെല്ലാവരും ഉറക്കത്തിലാണ് ഇപ്പോൾ ഉണരാൻ വേണ്ടി. എന്തായാലും എല്ലാ നാട്ടിലും മതമൗലികവാദികൾക്ക് ഒന്നാണ്. അതിന് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവിടെയൊക്കെ ഇത്തരം പ്രതിഷേധങ്ങൾ അവർ സംഘടിപ്പിക്കും. പോത്തൻകോട് ഉണ്ണികൃഷ്ണൻ പോറ്റി വിശ്വാസി അല്ലായിരുന്നു എന്ന് ദിലീപ് കുമാർ ചോദിക്കുന്നു. ഇതിൽ വെറുതെ വർഗീയത ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീദേവിയാണ്. ബിജോയ് ബാബു പറയുന്നു, ചങ്ങാതി കലാഭവൻ മണി വഴി നാദിർഷാ പാട്ട് ഇവിടെ അടിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ്, കഷ്ടമെന്ന് പറയുന്നു. ന്യായീകരിക്കാതെ മാധ്യമപ്രവർത്തകർ കോടതി ജാമ്യം നിഷേധിച്ച് ജയിൽ കിടക്കുന്നത് ആരുടെ പാർട്ടി മെമ്പർമാരാണ് എന്നൊക്കെ ചോദിക്കുന്നു. ബ്ലാക്ക് കോബ്ര എന്നൊക്കെയാണോ എഴുതിയിരിക്കുന്ന പേര്? വേറെ ഏതോ പേരുകാരനായിരിക്കും. സ്വന്തം പേരെഴുതാനുള്ള ഒരു ഭയം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ എഴുതി. ഈ സമരം നടത്തുന്നവരൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി സമരം നടത്തുകയാണ്. എന്നിട്ട് സർക്കാരിനെ പറയും ലഹരി നിങ്ങൾ ഒഴിവാക്കണമെന്ന്. അതും ഇതുമായിട്ടൊക്കെ എന്താണ് ബന്ധമെന്നറിയില്ല. രാഷ്ട്രീയത്തെ വിമർശിക്കാൻ അയ്യപ്പസ്വാമി എന്തിനാണ് വലിച്ചിഴിക്കുന്നത്? ദൈവത്തെ പരിഹസിക്കാതെ രാഷ്ട്രീയം പറയാൻ കഴിയില്ലേ? ഒരു മതവിഭാഗത്തിൻ്റെ വ്രണപ്പെടുമ്പോൾ മാധ്യം എന്നൊക്കെ പറയുന്നു. ഈ നവീൻ BB ആണ് പറയുന്നത്. അങ്ങനെ നവീൻ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ഭക്തികാരത്തിൽ അതിന് ഏത് മതമായിക്കോട്ടെ ഒരു പേര് കേട്ടെന്ന് വെച്ചാൽ തന്നെ വ്രണപ്പെടാവുന്ന ഒരു മതവികാരമൊന്നും അല്ല. അത് ഏത് മതമായാലും ഇന്ത്യയിലും കേരളത്തിലും ലോകത്തുമൊന്നും ഉള്ളത്. അങ്ങനെ വ്രണപ്പെടുന്നവരെന്നുണ്ടെങ്കിൽ അവരാരും മതവിശ്വാസികളല്ല. അവരൊക്കെ മൗലികവാദികളും വർഗീയവാദികളുമാണ്. വർഗീയവാദികൾക്കല്ലാതെ സാധാരണ മതവിശ്വാസിക്കൊന്നും അങ്ങനെ ഏതെങ്കിലും പാട്ട് കേട്ടാൽ ആ പാട്ട് കൊണ്ട് ഞങ്ങളുടെ മതവികാരം അങ്ങ് വ്രണപ്പെട്ടു പോയേ എന്നുള്ള നിലവിളിയൊന്നും ആരും വിളിക്കില്ല. അവരെയൊന്നും മതവിശ്വാസികളായി കൂട്ടേണ്ടതുമില്ല. ശ്രീ നവീൻ VB, മൗനം മാധ്യമങ്ങളും സാംസ്കാരിക വേദികളും മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നവീൻ്റെ പ്രശ്നം. വേറെയും കുറേ അഭിപ്രായങ്ങളൊക്കെ താഴോട്ട് കിടക്കുന്നതിന് എന്തായാലും നമുക്കതൊക്കെ വായിക്കാൻ പറ്റിയേ. പാർട്ടിയിലൂടെ പാർട്ടിയൊന്നും തകരില്ല. രാജു എബ്രഹാം പറഞ്ഞ നിലപാട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടായിരിക്കും. പാർട്ടി ആ നിലപാട് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണെന്ന് ഗൗതം പറയുന്നു. ഗൗതം, അങ്ങനെ തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ നിലപാട് സംസ്ഥാന സെക്രട്ടറി തിരുത്തുമെന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി അറിയുന്നത് കൊണ്ട് ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതുവരെ തിരുത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. നമസ്തേ സാർ. നമസ്തേ, പറഞ്ഞു. ഇതൊരു പ്രതിഷേധ ഗാനമായി കണ്ടാൽ മാത്രം മതി സാർ. ചരിത്രത്തിൽ കുഞ്ചൻ നമ്പ്യാർ കാലിക പ്രശ്നങ്ങൾ തുള്ളലിലൂടെ അവതരിപ്പിച്ച് പല വിഷയങ്ങളും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സിനിമാ ഗാനമായ ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ
സാർ അതിന്റെ അന്തസത്ത മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യാചകന്റെ അവസ്ഥയാണ് ഈശ്വരനെ വർണ്ണിച്ചേക്കണേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അന്നേരം ഇവരെല്ലാം എവിടെ പോയിരുന്നു സാർ ആ ഗാനമൊക്കെ കേട്ടപ്പോൾ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ഹിറ്റ് ഗാനങ്ങൾക്കും ഒട്ടേറെ പാരഡി പാട്ടുകൾ, രാഷ്ട്രീയമായ പാരഡികൾ, തമാശകൾ നിറഞ്ഞ പാരഡികളൊക്കെ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ഈ മിക്കവാറും നമ്മൾ ഈ തവണയൊക്കെ എല്ലാ തവണയും കഴിഞ്ഞ കുറച്ച് കാലമായിട്ടാണ്, ഒരു 10-15 വർഷമായിട്ടാണ് ഈ പാട്ടുകൾ കൂടുതലായി തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ചെയ്ത പാട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതെല്ലാം അവരാരും സ്വന്തമായി ചിട്ടപ്പെടുത്തിയ ഈണത്തിലൊന്നുമല്ല. പ്രശസ്തമായ പാട്ടുകളുടെ ഈണത്തിൽ അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് എല്ലാ പാർട്ടികളും, CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ലീഗ് ആയാലും എല്ലാം അവരുടെ പാട്ടുകൾ ചേർക്കും. അതൊക്കെ ചേർത്ത് എഴുതുകയും അതൊക്കെ പാടുകയും ഒക്കെ ചെയ്യും. ചിലത് ഹിറ്റാവും, ചിലത് പൊളിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ആരുടെയും മതവികാരം വ്രണപ്പെട്ടു എന്നുള്ള പരാതിയൊന്നും എന്തായാലും ഉയർന്നിട്ടില്ല. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്നുള്ള ഗാനം മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഒരാൾ പരാതി കൊടുക്കുന്നു. ആ പരാതിയേക്കാൾ ഗൗരവമുള്ള ഒന്ന്, ആ പരാതി ഗൗരവമുള്ളതാണെന്നും അത് മതവികാരം വ്രണപ്പെടുന്ന പാട്ടാണെന്നും ഒക്കെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും ദീർഘകാലം MLA-യുമായിരുന്ന രാജു എബ്രഹാം അഭിപ്രായം പറയുന്നു. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളുടെ പാർട്ടിയും താങ്കളുടെ പാർട്ടിയുടെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ചരിത്രപരമായി തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു പക്ഷമാണ്. ആ പക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് ഏതോ ഒരാൾ കൊടുത്ത ഒരു മതത്തിൻ്റെ മൗലികവാദികൾ എല്ലാ കാലത്തുമൊക്കെ ഇത്തരം മതവികാരം വ്രണപ്പെട്ടുവെന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറയുന്നതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുന്നവർ അയാളെ പിന്തുണച്ചുകൊണ്ട് ഇത് പരാതി ഗൗരവമായിട്ട് അന്വേഷിക്കണം, UDF-ഉം കോൺഗ്രസും ഒക്കെ ഏതറ്റം വരെയും പോവും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്നതിൻ്റെ തെളിവാണ് ഈ പാട്ട് എന്ന മട്ടിലൊക്കെ പ്രതികരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാൾ പറയുന്നത് ഇടതുപക്ഷ നിലപാടാണോ? നമസ്കാരം. ഞാനും ആ പാട്ട് കേട്ടിട്ടുണ്ട്. അതൊരു തമാശ പാട്ടായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ. പക്ഷെ ഇവിടുത്തെ വിഷയം ഈ പാട്ടിനെ പറ്റി പരാതി പറഞ്ഞത് ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സമിതിയുണ്ട്. അത് സംഘികളുടെ സംഘടനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരിൽ ആരോ ആണ് ഈ പരാതിയായിട്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഈ രാജീവ് അബ്രഹാം എന്ന് പറയുന്ന ആള് ആ ഏരിയയിലുള്ള ആളാണ് തന്നെയാണ്, അതേ ജില്ലയിൽ തന്നെയുള്ളത്, പത്തനംതിട്ട ജില്ലയാണ്. അപ്പൊ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം രാജീവ് അബ്രഹാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് ഈ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് നോക്കിയാല്, പണ്ട് ഈ സാംബശിവൻ എന്ന് പറഞ്ഞ കാഥികൻ കേരളത്തിലെ അമ്പലങ്ങൾ മുഴുവൻ നടന്ന് കഥാപ്രസംഗം പാടിയിട്ടുണ്ട്, കഥാപ്രസംഗത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. അതിലൊരു പാട്ട് ഇങ്ങനെയായിരുന്നു: ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങളെ തട്ടാൻ ചക്രായുധം നിന്റെ കയ്യിലുള്ളപ്പോൾ പട്ടാളം കാട്ടുവേണോ പോലീസ് കൂട്ടുവേണോ എന്നൊരു പാട്ട് സാംബശിവൻ കേരളത്തിലെ അമ്പലങ്ങളെല്ലാം നടന്ന് പാടി. അന്നൊന്നും ആരുടെയും മതം ഇടപെട്ടില്ല. പണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ വലിയ മോഷണം നടന്നു. ആ മോഷണത്തിന്റെ പിന്നിൽ കോൺഗ്രസ്സുകാരനായിരുന്നു. അന്ന് ഭരിക്കുന്നത് EK നായനാരായിരുന്നു മുഖ്യമന്ത്രി. അതെല്ലാം കഴിഞ്ഞ് ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോ നായനാർ ചോദിച്ച ചോദ്യമുണ്ട്: ദൈവത്തിന് എന്തിനാണ് പോലീസ് കാവലെന്ന്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അന്ന് ഇതുപോലെ കുറെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ പാട്ടിനകത്തെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല്, ഈ പാട്ട് വ്യംഗ്യാർത്ഥത്തിലൂടെ പറയുന്നത് ശബരിമലയല്ല, ഏത് ക്ഷേത്രത്തിലായാലും ഏത് ദേവാലയങ്ങളിലായാലും മോഷണം നടന്നാൽ അവിടെ ഇരിക്കുന്ന ദൈവത്തിന് പുല്ലും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ പാട്ട് കൺവേ ചെയ്യുന്നുണ്ട്. അതിനകത്തെ ഹിഡൻ അർത്ഥം അത് ആരും മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ രാജീവ് അബ്രഹാം പറഞ്ഞത് അങ്ങനെ അയ്യപ്പനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇങ്ങനൊരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്നല്ല ഏത് ദേവാലയത്തിൽ മോഷണം നടന്നാലും അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങൾ വെറും വിഗ്രഹങ്ങളാണെന്നും ആ ദൈവങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും മോഷ്ടിക്കുന്നവൻ മോഷ്ടിച്ചുകൊണ്ട് പോകാം. രാജീവ് അബ്രഹാം വിശ്വസിക്കുന്നത് അങ്ങനെയല്ല, ഈ വിഗ്രഹങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണോ രാജീവ് അബ്രഹാം? അങ്ങനെയാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? രാജീവ് അബ്രഹാം പറഞ്ഞതിന്റെ വ്യാഖ്യാനം ഞാൻ ഇങ്ങനെയാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. രാജീവ് അബ്രഹാം പറഞ്ഞത് ഈ അമ്പലങ്ങളിലൊക്കെ മോഷണം നടന്നാലും അവിടെ ഇരിക്കുന്ന ദൈവങ്ങള് അതൊക്കെ തടയാൻ അശക്തരാണെന്നൊരു മെസ്സേജ് ഈ പാട്ട് വഴി കൺവേ ചെയ്യുന്നുണ്ട്. അതാണ് ശരിക്കും ഈ പറഞ്ഞ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നത്. ഏത് ഹിന്ദു ഭക്തരായാലും ക്രിസ്ത്യൻ ഭക്തരായാലും അതാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. എന്നാലും ശ്രീകൃഷ്ണൻകുട്ടി, ഈ മട്ടിലുള്ള അത്യപാരമായ വ്യാഖ്യാനങ്ങൾ ഇനിയും താങ്കളുടെ പക്കലുണ്ടോ? എന്നെ പറയാൻ വെച്ചാൽ കൂടുതൽ പറയും. ശരി, പറഞ്ഞോളൂ. ഇത്തരം വ്യാഖ്യാനങ്ങൾ കേൾക്കാൻ തന്നെ രസമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ച കാലത്ത് ഒരു കവിത ഉണ്ടായിരുന്നു, കബീർദാസിൻ്റെത്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എന്താണ് കവിത പറയുന്നതെന്ന് വെച്ചാല്,
ഒരു കല്ലിനെ പൂജിച്ചാൽ സ്വർഗരാജ്യം കിട്ടുമെങ്കിൽ ഒരു മലയെ തന്നെ പൂജിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കബീർദാസിന്റെ ഒരു കവിത ഞങ്ങൾ പഠിച്ചതാണ്. അത് ഹിന്ദിയിലായിരുന്നു. കബീർദാസിന്റെ ദോഹകളിൽ ഒരെണ്ണമായിരുന്നു. നിങ്ങളൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒന്നും ചേർക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ കവിത ഇപ്പൊ സ്കൂളിലോ കോളേജിലെ പാഠപുസ്തകത്തിൽ ചേർക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? ഇവിടുത്തെ മതവ്യാപാരികൾ കൃഷ്ണൻകുട്ടി, അതൊന്നുമല്ല നമ്മുടെ ചോദ്യം. ഒരു സംശയം, ഇങ്ങനെയൊക്കെ ഒരു താങ്കൾ പറഞ്ഞതുപോലെ ഏത് ആശയക്കാരനാണ് പരാതി കൊടുത്തതെന്നൊക്കെ വ്യക്തം സമ്മതിച്ചു. താങ്കൾ പറയുന്ന അർത്ഥത്തിലായാൽ പോലും രാജു എബ്രഹാം പറഞ്ഞത് ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്. അയ്യപ്പനെ കുറിച്ചുള്ള ഈ പാട്ട് കേട്ട് വ്യസനത്തോടു കൂടിയാണ് കേട്ടത്. അത് ഗൗരവമായി ആ പരാതി അന്വേഷിക്കണം. അങ്ങനെ ഒരു മതമൗലികവാദി, താങ്കൾ പറഞ്ഞാണെങ്കിൽ സംഘിയായ ഒരാൾ കൊടുത്ത പരാതിക്ക് പിന്തുണയുമായി നിൽക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതിൽ എന്ത് രാഷ്ട്രീയമാണ്, എന്ത് സന്ദേശമാണ് നൽകുന്നത്? അവിടെയാണ് ചോദ്യം. CPM-ന്റെ രാജീവ് എബ്രഹാം പറഞ്ഞത് എന്താന്ന് വെച്ചാല്, പത്തനംതിട്ട ജില്ലയിലാണ് രാജീവ് എബ്രഹാം ഉള്ളത്. ഈ ശബരിമല ക്ഷേത്രമുള്ളതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. അപ്പൊ അവിടെ ലക്ഷക്കണക്കായ ആളുകളാണ് വരുന്നത് ഓരോ വർഷവും. അങ്ങനെയുള്ള അമ്പലത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുള്ള രീതിയിൽ ഡൽഹിയിൽ വരെ പോയി പാട്ട് പാടി കഴിഞ്ഞാല് അത് ലോകമെമ്പാടുമുള്ള ഭക്തരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് വിഷയം. അവരത് ഈ ക്ഷേത്രത്തെയും അവിടെ നടക്കുന്ന കാര്യങ്ങളെയും ഏത് കണ്ണുകൊണ്ടാണ് കാണുക? ആ രീതിയിൽ വ്രണപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ അയ്യപ്പനെ പറ്റിയുള്ള അമ്പലത്തിൽ ഇങ്ങനെ നടക്കുന്നതെന്നും പറഞ്ഞ് ഒരു പാട്ടുണ്ടാക്കി പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്പലത്തിന്റെ തന്നെ ഒരു ദോഷമാണ്. ഞാൻ നോക്കട്ടെ, ശ്രീ കൃഷ്ണൻകുട്ടിയുടെയും അഭിപ്രായം അങ്ങനെയാണോ? ഇങ്ങനെ ഈ പാട്ട്, ഇത് അമ്പലങ്ങളുടെ എല്ലാം ഈ പാട്ട് കേട്ടുകൊണ്ട് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾക്ക് ശക്തിയില്ല എന്ന് തോന്നും എന്നുള്ള ഒരു വ്യാഖ്യാനം, അത് ഇതുവരെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഇതുവരെ കേട്ടിട്ടില്ല. താങ്കൾക്ക് ഓരോരുത്തർക്കും അവരുടെ രീതിയിൽ വ്യാഖ്യാനിക്കാം. അയ്യോ, നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് ചിന്തിക്കുക. ഇപ്പൊ നോക്കൂ, ശ്രീനാരായണ ഒരു ദൈവദശകം എന്നൊരു കവിത എഴുതിയിട്ടുണ്ടല്ലോ. അതിന് പകരമായിട്ട് സഹോദരൻ അയ്യപ്പനെ എഴുതിയ എന്താണ്? സയൻസ് ദശകമല്ലേ എഴുതിയത്? അപ്പൊ ഒരു കാര്യത്തിനെ പല ആംഗിൾ കൂടെ കാണാൻ പറ്റും. ഈ ലോകം മുഴുവനുള്ള താങ്കൾ പറയുന്നത് ശ്രീ രാജു എബ്രഹാം പറഞ്ഞ മതവികാരം വ്രണപ്പെടുമെന്നുള്ളത് ഇടതുപക്ഷ നിലപാടാണ്, ഒരു വ്യാഖ്യാനമാണ്. ആ നിലപാട് അംഗീകരിക്കണം എന്നാണ് താങ്കൾ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനം, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഭക്തര് വരുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പറയുന്നത്, പരസ്യം കൊടുക്കുന്നത് അതിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവാതെ തടയുക എന്നുള്ളതല്ലേ അവരുടെ ഉത്തരവാദിത്തം. അല്ലാതെ ഉണ്ടായി കഴിഞ്ഞ് പറയുന്നതാണോ കുഴപ്പം? കക്കുന്നതാണോ പ്രശ്നം? മോഷണത്തെ കുറിച്ച് പറയുന്നതാണോ പ്രശ്നം? സംഭവം തടയാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? പണ്ട് ഗുരുവായൂരപ്പന്റെ 3 തിരുവാഭരണങ്ങൾ മോഷണം പോയി. അതിൽ ഒരെണ്ണേ തിരിച്ചു കിട്ടിയുള്ളൂ. ബാക്കി 2 ഇനിയും തിരിച്ചു കിട്ടിയിട്ടില്ല. അന്നും മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരനെതിരെ അന്നും ഇതുപോലെ ഒരു പാരഡി ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ആരാണ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പ്രശസ്തമായ ഒരു ഗാനത്തിന്റെ പാരഡി കെ കരുണാകരനെതിരെ ഉണ്ടായിരുന്നല്ലോ. എന്തോ ചെപ്പ് തുറന്നു നോക്കിയാൽ അവിടെ കാണാം അവിടുത്തെ മണിമാല എന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ടായിരുന്നല്ലോ. അന്നൊന്നും കരുണാകരനും ഗുരുവായൂർ ഭക്തരും ആരും അവരുടെ ഒന്നും മതവികാരം വ്രണപ്പെട്ടതായി ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അതല്ല. ഏറ്റവും ഭക്തനായ ഗുരുവായൂർ ഭക്തനായ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അവിടെ നടന്ന മോഷണം തടയാനോ ശ്രീ കൃഷ്ണൻകുട്ടി, അതൊന്നുമല്ല വിഷയം. ഞാനിപ്പോൾ താങ്കളുടെ വ്യാഖ്യാനമൊക്കെ സംഭവിച്ചു, അതെല്ലാം സംഭവിച്ചു. താങ്കൾക്ക് ആ അഭിപ്രായത്തോട് തന്നെയാണല്ലോ യോജിപ്പ് ഇപ്പോഴും ഉള്ളത്? ഈ മതവികാരം വ്രണപ്പെടുന്നു എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? മതവികാരം വ്രണപ്പെടുന്ന ഏതർത്ഥത്തിലാണെന്ന് ഏതർത്ഥത്തിലായാലും അങ്ങനെ ഒരു മതവികാരം വ്രണപ്പെട്ടു എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? അയ്യപ്പനുമായിട്ടോ ഏത് ദേവാലയമായോ ബന്ധപ്പെട്ട് അതിനെ ബന്ധപ്പെടുത്തി ഒരു പാരഡിപ്പാട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. എന്തായാലും ഞാൻ ഇത്രയും കാലം കരുതിയത് താങ്കളൊരു ഇടതുപക്ഷക്കാരനാണ് എന്നാണ്. എന്നാലും കുഴപ്പമില്ല, താങ്കളുടെ ചിന്താഗതി അങ്ങനെ. പാരഡിപ്പാട്ടുകൾ ഉണ്ടാക്കുന്നത് ഏത് മതവികാരും പാരഡിപ്പാട്ടുകൾ പാടില്ല എന്നുള്ളത് എല്ലാ കാലത്തും മതമൗലികവാദികളുടെ, അതിന് ഏത് മതമായിക്കോട്ടെ, മതമൗലികവാദികളുടെ നിലപാടാണ്. നിങ്ങൾ മതത്തെ തൊട്ട് കളിക്കരുത് എന്നുള്ളത്. മതത്തെ തൊട്ട് അല്ല, ഏതിനേയും തൊട്ട് കളിക്കുക. ആ മതത്തിൻ്റെ ശീലങ്ങളൊക്കെ മാറ്റിയാണ് ലോകം പുരോഗമിച്ചത്. അങ്ങനെയൊക്കെയാണ് ഈ കാലം അത്രയും ഇടതുപക്ഷവും ഈ ലോകത്താകമാനമുള്ള പുരോഗമന പാർട്ടികളുമൊക്കെ രാജ്യങ്ങളെയും ലോകത്തെയും ഒക്കെ മാറ്റിമറിച്ചത് എന്നതുകൂടി ഓർക്കണം എപ്പോഴെങ്കിലും. ന്യായീകരണങ്ങളൊക്കെ നല്ലതാണ് താൽക്കാലികമായിട്ടെങ്കിലും. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ പാട്ടിനോടുള്ള ഈ അസഹിഷ്ണുതയെ കാണുന്നത്? നമസ്തേ സാറേ. നമസ്തേ, പറഞ്ഞു. അല്ല, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ആളുകള് ഇതിനകത്ത് പെട്ടുപോയപ്പോൾ അവർക്ക് സഖാക്കള് എന്നുള്ള 2 വാചകം അതിനകത്ത് ഉൾപ്പെട്ടതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അല്ലാതെ ഇതിനകത്ത് മറ്റ് ഒരു അസഹിഷ്ണുതയും വേണ്ടുന്ന കാര്യമില്ല. ആർക്കും ഒരു ഭക്തർക്കും, ഞാനൊരു വലിയ വിശ്വാസിയാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതിനകത്ത് എന്തെങ്കിലും മോശമായ എന്തെങ്കിലും കാര്യമുണ്ടെന്ന്. ഒരു കാരണവശാലും അത് ഈ പറയുന്നത് ഒന്നും ശരിയല്ല. ഈ രാജീവ് എബ്രഹാമിനെ പോലുള്ള
ഒരു മുൻ MLA ഒക്കെ ഇങ്ങനെ വന്ന് ഉടുപ്പില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു? ഞങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, പാരഡി പാട്ടുകൾ എല്ലാ പാർട്ടികളും ഈ കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പായിട്ട് വ്യാപകമായി വാർഡ് തലത്തിൽ ഓരോരുത്തർക്കും ആ സ്ഥാനാർത്ഥിയെ പുകഴ്ത്തി മറ്റേ അല്ലാതെയും എതിർ സ്ഥാനാർത്ഥിയെ കളിയാക്കി എതിർ രാഷ്ട്രീയ പാർട്ടികളെ കളിയാക്കിയും ഒക്കെ പാരഡി പാട്ടുകൾ നിരവധി വരുന്നുണ്ട്. ഒരു ഭക്തിഗാനത്തിന് പാരഡി ഉണ്ടാവുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ CPM-ന്റെ ഒരു നേതാവ് തന്നെ അത് മതവികാരം വ്രണപ്പെടും എന്നൊക്കെ പറയുമ്പോൾ അത് ഏതുതരം രാഷ്ട്രീയത്തെയാണ് പ്രതികരിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. അത് CPM-ന്റെ പാപ്പരത്വ രാഷ്ട്രീയമാണ് അതിൽ നമ്മൾ കാണുന്നത്. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് സമരങ്ങളും ഒരുപാട് പ്രതിഷേധങ്ങളും ഒക്കെ നടത്തുന്ന CPM-ന് എന്ത് പറ്റിയെന്ന് നമുക്കറിഞ്ഞൂടാ. ഇന്നലെ തന്നെ 19ഓളം സിനിമകൾ നമ്മൾ IFK-യിൽ കാണിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ DYFI-ക്കാരൊക്കെ വന്ന് പ്രതിഷേധിക്കുന്നത് കണ്ടായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടിടത്ത് രണ്ട് നീതിയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് പ്രശ്നമൊന്നുമില്ല. അവർ പരാജയപ്പെട്ടു. ഈ പാട്ടും അതിനൊരു ഭാഗവാക്കായി. ആ പാട്ട് പാടിയത് രാഷ്ട്രീയ പാട്ടായിട്ടല്ല അവർ പാടിയത്, സത്യത്തിൽ ഇലക്ഷൻ പാട്ടായിട്ടല്ല. 2 ചെറുപ്പക്കാരന്മാർ ഈ നാട്ടിലെ ഈ അയ്യപ്പന്റെ അഴിമതി കണ്ടുകൊണ്ട് അവരെഴുതി, അത് ഹിറ്റായി. അത് ഞങ്ങൾ രാഷ്ട്രീയക്കാർ UDF പ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പണ്ടേ CPM അങ്ങനെ തന്നെയാണ്. ആടിനെ പട്ടിയാക്കും, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലും. അതാണ് CPM-ന്റെ രീതി. ഇപ്പൊ CPM ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇതിന് ബദലായിട്ട് അവരൊരു പാട്ടിറക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ടുള്ളത് അവരെ വാസുവിനെയും പത്മകുമാറിനെയും പുറത്താക്കിക്കൊണ്ടതാ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പാട്ടിറക്കാം. അല്ലാതെ ഈ രാജു എബ്രഹാമിനെ പോലെയുള്ള ഒരു 5 പ്രാവശ്യം MLA ആയുള്ള ഒരാള് ഇന്ന് പറയുന്നു കേസിന് പോകുന്നു, കേസ് കൊടുക്കാൻ പോകുന്നു. CPM കഴിഞ്ഞ 50 വർഷമായി ഒരുപാട് ഒരുപാട് കഥയും അത് കണക്ക് തന്നെ കഥാപ്രസംഗവും ചെറുകഥയും കവിതയും ഒക്കെ പല അഴിമതികൾ കവിതയിലൂടെയൊക്കെ പറഞ്ഞ് അവർ ഇവിടം വരെ എത്തി. എന്തിനു പറയണം? ബഹുമാന്യനായ പരേതനായ ഉമ്മൻചാണ്ടി സാറിന്റെയും അതിന്റെ ഇരയായ ആ സ്ത്രീ അത് ആസൂത്രണം ചെയ്ത അവരുടെയും ഫോട്ടോ പലയിടത്തും വെച്ച് എന്തൊക്കെ കഥകൾ അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതല്ലല്ലോ ശ്രീ ബിനോയ്, നമ്മൾ പാട്ടുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ സംസാരിക്കുന്നത്. ശരി, നമുക്ക് മറ്റു പ്രശ്നം. അത് തന്നെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ CPM അല്ല അങ്ങനെ അങ്ങനെ താരതമ്യത്തിന് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മൾ ഇതുമായി ചേർന്നുള്ള വിഷയങ്ങൾ തന്നെ ഒട്ടേറെ ഉണ്ടല്ലോ. താങ്കൾക്ക് അത് താരതമ്യം ചെയ്യാം. അല്ല, അത് തന്നെ താരതമ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് CPM-ന്റെ ഈ തോൽവിയെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർ തോറ്റത് എന്ത് എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി പറയാം. ഞങ്ങൾ തോറ്റത്. ശ്രീ വിനീതാണ്, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിനീത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ കാലവും നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഏതോ ഒരാൾ കൊടുത്ത, അപ്രസക്തരായി തള്ളിക്കളയേണ്ട ഒരാൾ കൊടുത്ത ഒരു പരാതിയെ ന്യായീകരിച്ച് അത് ഗൗരവത്തോടെ അന്വേഷിക്കണം, അത് മതവികാരം വ്രണപ്പെടുന്ന പാട്ടാണ്, പോറ്റിയെ കേറ്റിയെ എന്നുള്ളതൊക്കെ പറയുമ്പോൾ അത് ഏതുതരം രാഷ്ട്രീയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? സാറേ, പേര് രതീഷ് എന്നാണ്. രതീഷ്, ക്ഷമിക്കണം, ഞാൻ പേര് തിരുത്തിയത്. രതീഷ് പറഞ്ഞോളൂ. ഓടി പഠിച്ച് രതീഷ് പറഞ്ഞ അഭിപ്രായത്തിന് നന്ദിയുണ്ട്, വ്യക്തമാണെന്നും ഓടി പോകരുത്. കേട്ടില്ല. ഹലോ, പറയൂ. രതീഷ് പറഞ്ഞ അഭിപ്രായം വ്യക്തമാണെന്നും പറഞ്ഞ് ഓടി പോകരുത്. രതീഷ് അഭിപ്രായം പറയൂ ആദ്യം. ഇത് പാരഡിഗാനം ഉണ്ടായത് മാത്രമല്ല LDF തോക്കാൻ കാരണം. LDF-നെ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. അവർ എപ്പോഴും മതം കളിക്കുന്ന പാർട്ടിയാണ്. ശ്രീ രതീഷ്, നമ്മൾ അത്തരം ഒരു ചർച്ചയൊക്കെ നമ്മൾ നടത്തിയിരുന്നു. നമുക്ക് ഇപ്പോൾ ഈ പാട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരാം. പാട്ടുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എപ്പോഴും നല്ല പാട്ടാണ്. അതിന് രാഷ്ട്രീയപരമായിട്ട് കൊണ്ടുപോയി ഇത് എന്തൊക്കെ കാര്യങ്ങൾ, ഈ പാട്ടൊക്കെ വിവാദമാക്കേണ്ട കാര്യം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ചർച്ചകളിൽ വരുന്നു. ഇത് കേസ് കൊടുത്താൽ നടപടിയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല. ഇന്നലെയൊക്കെ സിനിമ ചർച്ചകൾ ഇപ്പൊ ഈ കഴിഞ്ഞ എനിക്ക് മുമ്പ് വിളിച്ച ആള് സിനിമ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ കറക്റ്റ് അല്ലേ? ഹലോ, അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവര് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് അറസ്റ്റ് ചെയ്തു പോകുന്നത്. പത്മകുമാർ അടക്കം, ഭൂലോക കള്ളൻ, ഇവന്മാരൊക്കെ അറസ്റ്റ് ചെയ്ത് പോകുമ്പോ ഇതിനെ കുറിച്ച് ആക്ഷേപിക്കരുത്. അത് ശരിയല്ല. കോടതി കുറ്റക്കാരനാണ്. പ്രതിയല്ലേ, കള്ളനല്ലേ?
അങ്ങനെ പറയാൻ കഴിയില്ല ശ്രീ റിമാൻഡിലല്ലേ, ജയിലിലല്ലേ? രതീഷ്. ജയിലിലായ ഒരു കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്താത്തോളം കാലം ഒരാളെ കള്ളൻ എന്ന് വിളിക്കാൻ രതീഷ് അവകാശമില്ല. ഞങ്ങളുടെ സ്വർണ്ണം ഞാൻ ഒരു സഭ്യം പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനെ ഒരാളെ കള്ളൻ എന്ന് വിളിക്കാൻ കഴിയില്ല. അത് ശരിയല്ല. അത് ഞാൻ പറഞ്ഞില്ല. അയാൾ കുറ്റക്കാരനാണെന്ന് കുറ്റാരോപിതനായിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നു. കോടതി തെളിയിക്കട്ടെ. കള്ളൻ എന്ന ഒരാളെ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല. കൈവലങ്ങ് പാടില്ലെന്ന് രതീഷ്, അത് ശരിയല്ല. ഈ നാട്ടിൽ കോടതി തെളിയിക്കാതെ ഒരാളെ കള്ളൻ എന്ന് വിളിക്കാൻ കഴിയില്ല. ഇവർക്കൊക്കെ എന്താ, പാർട്ടിക്കാർക്ക് മാത്രം എന്താ പ്രത്യേകത നിയമത്തില്? പാർട്ടിക്കാർക്കല്ല, ഏതു പാർട്ടിയുടെ ആളായിക്കോട്ടെ, അങ്ങനെ നിയമത്തിന് മുന്നിൽ നിയമം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നവരെ ഒരാളെ ആ മട്ടിൽ വിളിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും കിടന്ന് ആൾക്കാർ കിടന്ന് പുള്ളി കോടതി ശരി രതീഷ്, പറയുന്നതിന്റെ അർത്ഥത്തിൽ എടുക്കുന്നില്ലെങ്കിൽ ശരി. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഈ പിന്തിരിപ്പന്റെ അഭിപ്രായത്തെ? ഈ പാട്ട് എന്ന് പറയുന്നത് ആ പാട്ടിന്റെ രൂപത്തിൽ കാണുക. രാജു എബ്രഹാം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടായി കാണുന്നതെന്നേ ഇല്ല. പാർട്ടിയുടെ നിലപാട് പറയേണ്ടതായിരിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പാർട്ടി നിലപാടല്ലേ? ചിലപ്പോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ കഴിയുമോ? അപ്പൊ അങ്ങനെ നിലപാടാണെങ്കിൽ പാർട്ടി അന്നേരം ഇടപെട്ട് തിരുത്തേണ്ടേ? ഇന്നലെ പറഞ്ഞ നിലപാടാണ്. ഇപ്പോൾ 24 മണിക്കൂറാവുന്നു. അപ്പോൾ പാർട്ടി ഇടപെട്ടിട്ട് രാജു എബ്രഹാമിന്റെ നിലപാട് CPM നിലപാടല്ല, അത് തിരുത്തുന്നു എന്ന് പറയണ്ടേ? ഞാൻ പറയുന്നത് തിരുത്തുമായിരിക്കും. ഇത് എപ്പോഴാണ് തിരുത്തുന്നത്? 24 മണിക്കൂർ കഴിഞ്ഞു. തിരുത്തണം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു പാട്ടിൽ മതവികാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയുന്നു. അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ ചിലർ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശപ്പെട്ട അവസ്ഥയല്ലേ? പാട്ടിനകത്തൊന്നും കാര്യമില്ല. പാട്ടൊക്കെ പാടി നടക്കട്ടെ. പാട്ട് പാടിയോ മോഷണം നടത്തുകയൊക്കെ ചെയ്യണം. ഇതിനൊക്കെ വിധിക്കപ്പെട്ടവരാ ഹിന്ദു സമുദായം. ആർക്ക് എവിടെ ഇട്ട് എപ്പോൾ വേണം കുത്തുവോ, കുത്തായിക്കോ, പാടുവോ, പാട്ടായിക്കോ, ചവിട്ടുവോ, വെക്കുകയോ എല്ലാം വേണം ചെയ്യാവുന്ന ഒരു സമുദായം ഹിന്ദു സമുദായം. അതിനകത്തൊന്നും വലിയ കാര്യമില്ല. പിന്നെ അയാളെ സംഖ്യയൊന്നും അല്ല, ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. നമ്മുടെ പുള്ളി ഈ പരാതി കൊടുത്തിരിക്കുന്ന ആള് പ്രസാദ് കുഴിക്കാല എന്ന് പറയുന്ന ആളാണ്. പുള്ളിയുടെ ഫേസ്ബുക്ക് പേജൊക്കെ എനിക്ക് നേരിട്ടറിയില്ല. ഫേസ്ബുക്ക് പേജൊക്കെ കണ്ട സ്ഥിതിക്ക് പുള്ളി അങ്ങനെ ഒരു ഇടതുപക്ഷക്കാരനാണെന്നോ കോൺഗ്രസ്സുകാരനാണെന്നോ തോന്നുന്നില്ല. പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ വെച്ചേക്കുന്ന പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും തോന്നുന്നത് അദ്ദേഹം ഈ തീവ്ര ഹിന്ദുത്വ നിലപാടുകളുമായി യോജിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആളാണെന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. മുൻകാല പോസ്റ്റുകളൊക്കെ കുറെ കാണുന്നു. ഇപ്പോൾ കുറച്ച് പോസ്റ്റുകൾ കാണുന്നുമില്ല, രാവിലെ കണ്ട ചില പോസ്റ്റുകൾ. അല്ലാതെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല. ഏഷ്യാനെറ്റിൽ നിന്ന് ഫസ്റ്റുമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ അവതാരം അംജ്യോതി ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് അതിനകത്ത് ആ ചർച്ചയിൽ പങ്കെടുത്ത് അനിൽകുമാർ പങ്കെടുത്തു, നമ്മുടെ ജയശങ്കർ പങ്കെടുത്തു. ഈ പ്രസാദ് കുഴിക്കാല എന്ത് പറഞ്ഞു? ജ്യോതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടാണോ, കോൺഗ്രസ് ആണോ, BJP ആണോ ചോദിച്ചും പുള്ളി പറയുന്നുണ്ട് ഞാൻ ഇടതുപക്ഷ ചായ വേറെ ഒരു പാർട്ടിയിൽ ഇല്ല. പക്ഷേ അതെനിക്കറിയില്ല. എന്തായാലും ഞാൻ ആ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നോക്കിയിരുന്നു ഈ വിഷയം വന്നപ്പോൾ. ആ ഫേസ്ബുക്ക് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതിൽ ഇപ്പോഴല്ല, അദ്ദേഹത്തിന്റെ 3-4 വർഷത്തെ ഫേസ്ബുക്ക് താഴെ നോക്കുമ്പോൾ അതൊക്കെ അനുകൂലിച്ചിരിക്കുന്നത് ഇടതുപക്ഷ ആശയത്തെയോ കോൺഗ്രസ് ആശയത്തെയോ അല്ല അനുകൂലിച്ചിരിക്കുന്നത്, മറിച്ച് ഒരു തീവ്ര ഹിന്ദുത്വ നിലപാട് ഉള്ള ആശയങ്ങളെയാണ് അദ്ദേഹം അനുകൂലിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല. അയാൾ ദൈവവിശ്വാസിയാണ്, ഹിന്ദു വിശ്വാസിയാണോ? ഹിന്ദുവിശ്വാസി എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഈ തീവ്ര മത നിലപാട് സ്വീകരിക്കുന്നുണ്ടല്ലോ എല്ലാ മതത്തിലും. അത് എനിക്ക് തോന്നിയതാണ്, എനിക്കറിയില്ല കൃത്യമായി, എനിക്കത് വ്യക്തിപരമായി അറിയില്ല. ഞങ്ങൾ റിപ്പോർട്ടർ വ്യക്തിപരമായി അദ്ദേഹത്തെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. താങ്കൾ പറഞ്ഞോളൂ. അല്ല, അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പൊ കടുത്ത ഹിന്ദുത്വ തീവ്രവാദം എടുക്കുന്ന പാർട്ടികളിൽ തന്നെ എല്ലാം ഉണ്ട്. BJPയിലുണ്ട്, CPM-ലുണ്ട്, കോൺഗ്രസിലുണ്ട്. അവരവന്റെ മതത്തോട് തൊട്ട് കളിക്കുമ്പോൾ അവർക്ക് നോക്കുന്നവരും അവർ പ്രതികരിക്കുന്നവരും ഉണ്ട്. അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അതിനകത്തൊന്നും കാര്യമില്ല. പിന്നെ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ കിരണ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ കേട്ട് പഠിച്ച് അല്ലെ, 19 വയസ്സ് ഉള്ളവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ഭക്തിഗാനം. ഈ ഭക്തിഗാനം ഇത് അങ്ങനെ ഒരുപാട് അത്രയും പഴക്കമുള്ള ഭക്തിഗാനമാണെന്ന് തോന്നുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു, കൃത്യമായി അറിയില്ല, 92-ലോ വീരമണി പാടിയ പഴയ പാട്ട്. പള്ളിക്കെട്ടൊക്കെ പ്രത്യേക പഴക്കമുള്ളതാണ്. ഏത് രാജ്യത്ത് ചെന്നാലും എവിടെ ചെന്നാലും ഈ പാട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞു പാടിക്കുന്ന ഒരു പാട്ടാണ്. അത് ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ പാടി അത് വൃത്തികേടാക്കുന്നതിന് കുഴപ്പമില്ല. പാടുന്നതിലൊന്നും കാര്യമൊന്നുമില്ല, അതിലൊന്നും കാര്യമില്ല. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ശ്രീ സൈഫുദ്ദീനാണ് തേവലക്കരയിൽ നിന്നും. ശ്രീ സൈഫുദ്ദീൻ, ഹലോ, ഒരു പാട്ടിനോട് ഈ അസഹിഷ്ണുത കാണിക്കുന്നത് അതും ഇടതുപക്ഷം, അത് ശരിയാണോ?
ശരിയല്ല. പാർട്ടിനെ പേടിക്കുന്നതിനാ വോട്ട് ഒരു ജയിച്ചായിരുന്നേ പാർട്ടിനെ പേടിക്കോ? ഈ കേസ് കൊടുക്കുവോ? ഒരു തോറ്റോണ്ടല്ലേ ഇപ്പം കേസ് കൊടുക്കുന്നേ? ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. പാർട്ടിനെ ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം പിന്നെ അവര് ജയിച്ചായിരുന്നെങ്കിൽ പാർട്ടിനെ പേടിക്കത്തില്ലല്ലോ, കേസും കൊടുക്കാൻ പോകത്തില്ല. ഇപ്പം തോറ്റോണ്ട് മാത്രമാണ്, ഇന്നലെ മാത്രമാണല്ലോ ഇത് തുടങ്ങിയത്. ഇതിന് മുമ്പ് എന്തായിരുന്നു? എന്തെങ്കിലും ഒരു കാര്യം കണ്ട് അവരതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുകയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ ഭൂരിപക്ഷവും ഏതെങ്കിലും തരത്തിൽ ഒരു പാട്ട് പാടിയതിനെ കൊണ്ട് ഒരു പാരഡിയെ അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണേണ്ടതില്ല. അത്തരം നിലപാടുകൾ ശരിയല്ല. അങ്ങനെ പാട്ടിനെ ഈ മതവികാരം വ്രണപ്പെടുത്തുമെന്നൊക്കെ ഒരു ഇടതുപക്ഷ നേതാവ് പറയുന്നത് തീരെ ശരിയല്ല എന്നുള്ള നിലപാടാണ് കൂടുതൽ പ്രേക്ഷകരും പറഞ്ഞത്. അത്യപൂർവമായി ചിലരെങ്കിലും അതിനെ വലിയ ന്യായീകരണങ്ങളൊക്കെ നൽകിയ പരുവുണ്ട്. ആളുകൾ ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് വിഗ്രഹത്തിൻ്റെ ശക്തിയില്ല എന്ന് ആ പാട്ട് കേൾക്കുന്നവർക്ക് തോന്നും. അത് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് രാജീവ് അബ്രഹാമിനെ പോലെ ഒരു നേതാവ് അങ്ങനെ പറഞ്ഞതെന്നുള്ള ചില വിശദീകരണങ്ങളുമൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.